Hi students, welcome to M Sigma 0 to Infinity batch. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്താണെന്ന് അല്ലേ. അപ്പോൾ നിങ്ങൾ പഠിച്ചു കാണും ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്താണെന്ന് പഠിച്ചു. അതിൽ രണ്ട് ടൈപ്പ് നമ്മൾ പറഞ്ഞു, ഓർമ്മയുണ്ടോ? എന്തൊക്കെയായിരുന്നു? ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് നോക്കി. ഓക്കെ, അതിൽ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ തന്നെ രണ്ട് ടൈപ്പ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഹോമോജീനസും നോൺ ഹോമോജീനസും. അതിൽ ഹോമോജീനസ് ടൈപ്പ് വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ, അതാണല്ലോ നമ്മൾ സോൾവ് ചെയ്തത്. ഹോമോജീനസ് ലീനിയർ ODEയുടെ സൊല്യൂഷൻസ്, അതായത് ജനറൽ സൊല്യൂഷൻസ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് നമ്മൾ നോക്കി. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് നല്ലപോലെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അതിനകത്ത് ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോൾ ആ സെക്ഷന് കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് ബാക്കി പഠിക്കുന്നത്. അവിടെ തീർന്നിട്ടില്ല, കുറച്ച് ഒരു എക്സ്ട്രാ കാര്യങ്ങൾ കൂടെ നമുക്ക് അവിടെ ആഡ് ഓൺ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ? റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത്? ആദ്യമേ ഒരു പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ അല്ലെങ്കിൽ ലീനിയാരിറ്റി പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിൾ എന്നൊക്കെ പറഞ്ഞ് കേട്ട് ബോറടിക്കണ്ട. അപ്പം നമ്മൾ കൂടുതലും തിയറീസ് അങ്ങനെ പറയാറില്ല അല്ലേ, ഡെഫിനേഷനേക്കാളുപരി എക്സാമ്പിൾസ് വഴിയാണ് നിങ്ങൾക്ക് തിയറി ഞാൻ പറഞ്ഞു തരാറ്. അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതാ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റുന്നത്. അപ്പോൾ ആദ്യം ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് കുറേ തിയറി പറഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ബോറടിക്കും. അതിനേക്കാളും പ്രോബ്ലംസ് ചെയ്തിട്ട് അതിൽ നിന്ന് കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നത് തന്നെയാണ് ഈസിയസ്റ്റ് വേ. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഹോമോജീനസ് ആയിട്ടുള്ള ലീനിയർ ODEയുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പഠിച്ചു അല്ലേ, ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പഠിച്ചു. എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ആദ്യം നമ്മൾ തന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, സോൾവ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അതിലെ ഡെറിവേറ്റീവ്സിനെല്ലാം ഡിയുടെ ഫോമിലോട്ട് മാറ്റും അല്ലേ. എന്നിട്ട് എന്തെഴുതും? ഡിക്ക് പകരം M സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് ഇക്വേഷനാണ് കിട്ടുന്നത്? ഓക്സിലറി ഇക്വേഷൻ ആണല്ലേ. അപ്പോൾ ഓക്സിലറി ഇക്വേഷൻ കിട്ടിയിട്ട് അത് സോൾവ് ചെയ്ത് അതായത് നമ്മുടെ റൂട്ട്സ് കണ്ടുപിടിക്കും. റൂട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ റൂട്ട്സിന്റെ വാല്യൂ അനുസരിച്ച് നമ്മൾ ജനറൽ സൊല്യൂഷൻ എഴുതും. ഓർമ്മയുണ്ടോ? എന്തൊക്കെയായിരുന്നു പഠിച്ചത്? 3 സ്പെഷ്യൽ കേസുകൾ നമ്മൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? എല്ലാം ഡിഫറെൻ്റ് ആണ്. നമ്മൾ കണ്ടുപിടിച്ച റൂട്ട്സ് എല്ലാം ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്തായിരിക്കും? C1e⁻m1x + C2e⁻m2x. പഠിച്ചു. ദെൻ ഈ റൂട്ട്സ് എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് വരികയാണെങ്കിലോ എന്തായിരുന്നു? C1 + C2x + C3x². അങ്ങനെ ഒരു x ആഡ് ചെയ്ത് വരും അല്ലേ, e⁻mx എന്നുള്ള രീതി പഠിച്ചു. ഇനി ഈ റൂട്ട്സ് കോംപ്ലക്സ് നമ്പർ, ഇമാജിനറി നമ്പർ ആയിരുന്നെങ്കിലോ, ആൽഫ ± i β എന്നുള്ള ഫോമിലുള്ള നമ്പർ ആയിരുന്നെങ്കിൽ എങ്ങനെ ചെയ്തേനെ? പറഞ്ഞേ. e⁻αx × C1 cos βx + C2 sin βx. ഓക്കെ, ഈ ടൈപ്പ് വരുന്ന ഒത്തിരി പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? ജനറൽ സൊല്യൂഷൻ കഴിഞ്ഞു, അതുപോലെ വേറൊരു പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്തിട്ട് ബേസിസ് എന്താണ്, റോൺസ്കിൻ എന്താണെന്നുള്ള കുറച്ച് കുഞ്ഞു ടേംസ് വരുന്ന കാര്യങ്ങളും കൂടെ നമ്മളിന്ന് പഠിക്കും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കൂടുതലും സെക്കൻഡ് ഓർഡർ ആണ് ഡീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി പഠിക്കുന്നതെല്ലാം സെക്കൻഡ് ഓർഡർ ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ അല്ലെങ്കിൽ ലീനിയാരിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയും. അല്ല, വേറെ ഒന്നുമില്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ നോക്കിയേ, y1 y2 എന്ന് പറയുന്ന രണ്ട് സൊല്യൂഷൻസ് ആണുള്ളത്. ആർക്കുള്ളത്? സെക്കൻഡ് ഓർഡർ ഹോമോജീനസ് ആൻഡ് ലീനിയർ ആയിട്ടുള്ള ഒരു ODE അല്ലെ, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നില്ലേ? ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? y ' + p of x × y' + q of x × y = 0 അല്ലേ. അതായത് ഒരു y ടേം കാണും, പിന്നെ ഒരു എക്സിന്റെ ഒരു ഫംഗ്ഷൻ കാണും y' കൂടെ, പ്ലസ് വേറൊരു ഫംഗ്ഷൻ കാണും, അല്ലെങ്കിൽ y മാത്രം നിൽക്കാം, = 0. ഈ രീതിയിൽ വരുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ ഹോമോജീനസ്, സെക്കൻഡ് ഓർഡർ ഹോമോജീനസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പഠിച്ചത് ആണല്ലോ. ഈ ടൈപ്പ് ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി അതിൽ നിന്നും നമുക്ക് രണ്ട് ടേംസ് പഠിക്കാനുണ്ട്. ഇപ്പം നമുക്ക് കിട്ടിയില്ലേ, ജനറൽ സൊല്യൂഷൻ കിട്ടി. നമ്മൾ എന്തെന്നാ അതിനെ വിളിച്ചേ? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ അല്ലേ, y = yc എന്ന് വിളിച്ചു. ഓർമ്മയുണ്ടോ? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ഇനി നോൺ ഹോമോജീനസ് പഠിക്കുമ്പോൾ ഇതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്ത് വേറൊരാൾ കൂടെ വരും. അതാരാ? പെർട്ടിക്കുലർ ഇന്റഗ്രൽ yp എന്ന് പറയും അല്ലേ. അപ്പൊ ഇവിടെ yc മാത്രമേ ഉള്ളൂ. നോൺ ഹോമോജീനസ് വരുമ്പോൾ നമ്മൾ ഇവിടെ yp കൂടെ ആഡ് ചെയ്യും. അപ്പോൾ yc കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചായിരുന്നു. ഇനി നമുക്ക് അങ്ങനെ കിട്ടുന്ന yc ഇല്ലേ, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ, അതാണല്ലോ ജനറൽ സൊല്യൂഷൻ. ആ ജനറൽ സൊല്യൂഷനെ നമ്മൾ ഏത് ഫോമിലോട്ട് മാറ്റും? C1 y1 + C2 y2 എന്ന ഫോമിലോട്ട് മാറ്റും. ഓൾറെഡി അങ്ങനെ തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഇനി അല്ല എങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഏത് ഫോമിലോട്ടാണ് മാറ്റുക? C1 y1 + C2 y2. അങ്ങനെ മാറ്റിയതിന് ശേഷം, അങ്ങനെ മാറ്റുമ്പോഴും കിട്ടുന്നതിനെയാണ് നമ്മൾ ജനറൽ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അതിനകത്ത് നമ്മുടെ രണ്ടാൾക്കാരെ കണ്ടോ? y1 y2 എന്ന് പറയുന്ന രണ്ടുപേരെ കണ്ടോ? ഇവരെ രണ്ടുപേരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ബേസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ബേസിസ് എന്താന്ന് പറഞ്ഞാൽ ആ ഇക്വേഷന്റെ സൊല്യൂഷനെ എങ്ങനെ നമ്മൾ മാറ്റി? C1 y1 + C2 y2 എന്ന ഫോമിലോട്ട് മാറ്റി. അതിൽ നിന്ന് y1നെയും y2നെയും പിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും എന്ത്? ബേസിസ്.
ഓക്കെ അല്ലേ? അപ്പൊ ബേസിസ് ചോദിച്ചാൽ ആ y1 y2 എന്താന്ന് എഴുതിയാൽ മതി. ഇനി അപ്പൊ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്താന്ന് ചോദിക്കും. പെർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് നമ്മൾ YP എന്ന് പറഞ്ഞ് പഠിച്ചത് പെർട്ടിക്കുലർ ഇന്റഗ്രൽ, അതുമായിട്ട് കണക്ട് ചെയ്ത് അത് വേറെയാ, അത് നോൺ ഹോമോജനസിനെ വരുന്നുള്ളൂ. ഇവിടെ പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. നമുക്ക് ഈ ജനറൽ സൊല്യൂഷൻ ആക്കി കിട്ടുമ്പോൾ ഇവിടെ കോൺസ്റ്റൻസും കിട്ടാറില്ലേ അല്ലേ? നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ എന്താ സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ വരുന്ന എന്താ C1 C2 എന്ന് പറഞ്ഞ 2 കോൺസ്റ്റന്റ് അല്ലേ കാണുള്ളൂ. ആ 2 കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുമ്പോൾ ആ 2 കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പെർട്ടിക്കുലർ സൊല്യൂഷന്റെ ജോലി. അപ്പോൾ ആ 2 കോൺസ്റ്റന്റ് കൂടെ കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സൊല്യൂഷനാണ് പെർട്ടിക്കുലർ സൊല്യൂഷൻ. ഇത്രയേ ഉള്ളൂ. ഓർമ്മ വന്നോ? അപ്പോൾ ഒരു നമ്മുടെ എന്താ പഠിച്ച ഹോമോജീനസ് ആയിട്ടുള്ള ലീനിയർ ODE സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ അറിയാം. അതിനെ C1 y1 + C2 y2 എന്ന ഫോമിലാക്കിയിട്ട് y1നെയും y2നെയും പിക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബേസിസ് കിട്ടും. എന്നിട്ട് ആ കോൺസ്റ്റൻസിലെ C1 C2 എന്ന് പറയുന്ന കോൺസ്റ്റൻസ് കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്ത് കിട്ടും? പെർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടും. എല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ ആണല്ലോ? ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിരിക്കത്തില്ല കൂടുതലും ചോദിക്കുന്നത്, ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം സോൾവ് ചെയ്യാനായിരിക്കും പറയുന്നത്. അപ്പോൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അതിൻ്റെ കൂടെ വേറൊരു ടേം കൂടെ ഉണ്ട്, റോൺസ്കിയൻ എന്ന് പറയുന്ന ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റോൺസ്കിയൻ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇനി അടുത്ത ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കും ഈ റോൺസ്കിയൻ നമുക്ക് ഒത്തിരി ആവശ്യമുള്ള ഒരു സാധനം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ മാത്രമായിട്ട് നമുക്ക് 3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. എന്താ? ഫൈൻ റോൺസ്കിയൻ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. ആരായി റോൺസ്കിയൻ? നമ്മുടെ ഡിറ്റർമിനന്റ് തന്നെയാണ്. എന്തിന്റെ ഡിറ്റർമിനന്റാ? നമ്മൾ ഈ സൊല്യൂഷൻ വെച്ചിട്ട് ബേസിസ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞില്ലേ, y1 y2. ആ y1 y2 അതിന്റെ താഴെ y1 y2 അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുന്നതിനെയാണ് ഈ റോൺസ്കിയൻ എന്ന് പറയുന്നത്. ഇനി വേറൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്. ഈ റോൺസ്കിയൻ നോട്ട് ഈക്വൽ ടു 0 നോൺ സീറോ ആണ് വരുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ y1 y2 ഇല്ലേ, അവരെന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ആരായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആയിരിക്കും. ഓക്കെ, നമ്മളോട് ബേസിസ് ആണോ എന്ന് ഷോ ദാറ്റ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരും. ഇപ്പോൾ 2 സൊല്യൂഷൻസ് തന്നിട്ട് ഇവർ ബേസിസ് ആണോ അല്ലയോ നമ്മളോട് ചെക്ക് ചെയ്യാൻ പറയും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ബേസിസ് ആണോ നോക്കാൻ എന്ത് ചെയ്യണം? ബേസിസ് ആവണമെങ്കിൽ ഉറപ്പായിട്ട് അവർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഓക്കെ, നമ്മുടെ കയ്യിൽ y1 y2 തന്നിട്ടുണ്ടാവും. ആദ്യം അവർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ നോക്കണം. എങ്ങനെ നോക്കും? റോൺസ്കിയൻ കണ്ടുപിടിച്ചാൽ മതി. ഡിറ്റർമിനന്റ് y1 y2 y1 y2 നോൺ സീറോ ആണെന്ന് കാണിക്കുമ്പോൾ കിട്ടും എന്താ? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് മനസ്സിലായി. ഫസ്റ്റ് ജോലി കഴിഞ്ഞു. എന്നിട്ട് ഇവർ സൊല്യൂഷൻ ആണെന്ന് കൂടെ കാണിക്കുക. സൊല്യൂഷൻ ആണെന്ന് കാണിക്കാൻ ജസ്റ്റ് നമ്മുടെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും നമുക്ക്. പിന്നെ വേറെ ഇവിടെ നോട്ടായിട്ട് കൊടുത്തേക്കുന്നത് കണ്ടോ, ഇത് സൊല്യൂഷൻസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിക്കാൻ നമുക്ക് വേറെ ഒരു രീതിയിലും ചെയ്യാം. ഈ y1 y2 നോട്ട് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ആണെന്ന് കാണിച്ചാലും നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് MCQ പോലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഈ രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ റോൺസ്കിയൻ കണ്ടുപിടിക്കുന്നതിന് മാർക്കുള്ളത് കൊണ്ട് റോൺസ്കിയൻ വഴിയാണ് പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എന്താ പഠിച്ചേ? ഹോമോജീനസ് ആയിട്ടുള്ള ലീനിയർ ODE, സെക്കൻഡ് ഓർഡർ ഹോമോജീനസ് ആയിട്ടുള്ള ലീനിയർ ODEയുടെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ആ സൊല്യൂഷനെ C1 y1 + C2 y2 എന്ന ഫോമിലാക്കുമ്പോൾ കിട്ടുന്ന y1 y2നെ നമ്മൾ എന്തെന്ന് വിളിക്കും? ബേസിസ് എന്ന് വിളിക്കും. ഇനി ബേസിസ് ആണോ എന്ന് കാണിക്കാൻ പറഞ്ഞാൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിക്കണം, പ്ലസ് സൊല്യൂഷൻ ആണെന്ന് കാണിക്കണം. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിക്കാൻ എന്ത് കണ്ടുപിടിച്ചാൽ മതി? റോൺസ്കിയൻ കണ്ടുപിടിച്ചാൽ മതി. റോൺസ്കിയൻ ഡിറ്റർമിനന്റ് വാല്യൂ ആണ്, അത് നോൺ സീറോ ആണെന്ന് കാണിച്ചാൽ മതി. പിന്നെ പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്താ? ആ കോൺസ്റ്റൻസ് കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പെർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ഡീൽ ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദ IVP. ഈ IVP എന്ന് പറഞ്ഞാൽ എന്താ? IVP എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. എന്താണ്? ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. ഓക്കെ, ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അല്ലെ നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, സോൾവ് ദ IVP അല്ലെങ്കിൽ സോൾവ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ തരും. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് കണ്ടാൽ അപ്പം മനസ്സിലാക്കണം ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടോ? അപ്പോൾ ഫൈൻ പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഒരേ കാര്യമാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത ക്വസ്റ്റ്യനിൽ നിന്നും എന്തെങ്കിലും ഒരു എക്സ്ട്രാ സാധനം ആഡ് ഓൺ ചെയ്ത് വന്നിട്ടുണ്ടോ? കണ്ടോ, ഇവിടെ 2 കണ്ടീഷൻസ് എക്സ്ട്രാ തന്നിട്ടുണ്ട്. അത് എന്തിനായിരിക്കും തന്നിട്ടുണ്ടാവുക? നമ്മുടെ കോൺസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താ? സോൾവ് എന്നുള്ള രീതി ചോദിച്ചാൽ ചെയ്യാൻ നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ. പ്ലസ് ഇനീഷ്യൽ കണ്ടീഷൻ കൂടെ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ മീനിങ്?
കോൺസ്റ്റൻസ് ഇവിടെ കണ്ടുപിടിക്കണം എന്നാ മീനിങ്. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? സോൾവ് ദി ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം y ഡബിൾ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു 0. ഓക്കെ, y ഡബിൾ ഡാഷ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇത് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെന്താണ്? ഇതൊരു സെക്കൻഡ് ഓർഡർ ആയിട്ടുള്ള ഹോമോജീനസ് ഇക്വേഷൻ അല്ലേ? ഇയാളുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാലോ. എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടാൽ ആദ്യം ചെയ്യേണ്ട എന്താ? വേഗം സ്റ്റാർട്ട് ചെയ്ത് ഇതിൽ പകുതി നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? നമ്മൾ ആദ്യത്തെ ഒരു ക്ലാസ്സിൽ ജനറൽ സൊല്യൂഷൻ പഠിച്ചു. ഇനിയെല്ലാം അത് ആഡ് ഓൺ ചെയ്താൽ വരുന്നത്. ഇനി എസ്എ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പോലെ അതിന്റെ പകുതി നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇനി അതിൽ ആഡ് ഓൺ ചെയ്ത് കുറേ കാര്യങ്ങൾ എക്സ്ട്രാ പഠിക്കും. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു പോർഷൻ പോലും സ്കിപ്പ് ചെയ്യാണ്ട് നല്ല രീതിയിൽ നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞേ, y ഡബിൾ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു 0. ആദ്യം എന്ത് ചെയ്യണം? ഈ ഇക്വേഷനെ ഡിയിലോട്ട് മാറ്റണം. അപ്പോൾ y ഡബിൾ ഡാഷിന് പകരം എന്താ കൊടുക്കേണ്ടത്? ഡി സ്ക്വയർ അല്ലേ? ഡി സ്ക്വയർ പ്ലസ് വൈ അല്ലേ? അപ്പോൾ അതിന് പകരം ഡി സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു വൈ ഈക്വൽ ടു 0 എന്ന് എഴുതാലോ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതണം, y ഡബിൾ ഡാഷിന് പകരം ഡി സ്ക്വയർ വൈ പ്ലസ് വൈക്ക് പകരം വൈ തന്നെ ഈക്വൽ ടു 0. ഇതിൽ നിന്നും വൈ കോമൺ ആയിട്ട് പുറത്ത് എഴുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും, അങ്ങനെ തന്നെ എഴുതിയാൽ മതി. y ഡബിൾ ഡാഷിന് പകരം ഡി സ്ക്വയർ കൊടുക്കുക, പ്ലസ് വൈ ആണെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നു എന്നുള്ള ഒരു മീനിങ് വെച്ചിട്ട് അങ്ങനെ എഴുതാം. ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ എഴുതിയിട്ട് ചെയ്താലും മതി. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യണം? പുട്ട് അല്ലേ? പുട്ട് ഡി ഈസ് ഈക്വൽ ടു എം. ഡിക്ക് പകരം എം എന്ന് കൊടുക്കുക. ഡിക്ക് പകരം എം എന്ന് കൊടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? ഓക്സിലറി ഇക്വേഷൻ. എന്താണ് ഓക്സിലറി ഇക്വേഷൻ? ഓക്സിലറി ഇക്വേഷൻ ഈസ്, ഓക്സിലറി ഇക്വേഷൻ എന്താന്ന് പറഞ്ഞേ? എം സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. എം സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് എം സ്ക്വയർ എന്തെന്ന് വരും? എം സ്ക്വയർ ഇസ് ഈക്വൽ ടു -1. എം സ്ക്വയർ -1 ആണെങ്കിൽ എം എന്താ? പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -1. എന്താണ് ഈ റൂട്ട് ഓഫ് -1? ഐ അല്ലേ? കോംപ്ലക്സ് നമ്പർ. അതായത് എം എന്ന് പറഞ്ഞാൽ എന്താ കിട്ടിയേ? പ്ലസ് ഓർ മൈനസ് ഐ. ഓർമ്മയുണ്ടോ? എം പ്ലസ് ഓർ മൈനസ് ഐ എന്ന് പറഞ്ഞാൽ ഏത് ഫോം ആണ്? നമ്മുടെ ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ എന്ന് പറയുന്ന ഫോമാണ്. കറക്റ്റ് ആണോ? ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ. അങ്ങനെയാണെങ്കിൽ വേഗം പറഞ്ഞു, ഇവിടെ ആൽഫ ആരാ? ആൽഫ എന്ന് പറയുന്ന പൊസിഷനിൽ ആരെങ്കിലും ഉണ്ടോ? അതായത് നമ്മുടെ പ്ലസ് ഓർ മൈനസിന് മുന്നേ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ആൽഫ 0. ബീറ്റ എന്ന് പറഞ്ഞാൽ ഐയുടെ കോഎഫിഷ്യന്റ്. ഐയുടെ കോഎഫിഷ്യന്റ് എന്താ? 1. ആൽഫ 0യും ബീറ്റ 1. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജനറൽ സൊല്യൂഷൻ പറഞ്ഞേ, ജനറൽ സൊല്യൂഷൻ അല്ലേ? ജനറൽ സൊല്യൂഷൻ ഈസ്, ജനറൽ സൊല്യൂഷനെ നമ്മൾ y ഈക്വൽ ടു YC എന്നാണ് വിളിക്കുന്നത്. അതായത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആണ്. ഇത് ഏത് റൂട്ടാണ്? എം എന്ന് പറയുന്നത് ഇമാജിനറി അല്ലേ? ഇമാജിനറി ആണെങ്കിൽ നമ്മൾ പഠിച്ച ഫോർമുല വേഗം പറഞ്ഞ എന്താ? ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു എന്താണ്? C1 കോസ് ബീറ്റ എക്സ് പ്ലസ് C2 സൈൻ ബീറ്റ എക്സ്. ആണോ? ഇങ്ങനെ അല്ലേ പഠിച്ചേ? ഇമാജിനറി ആണെങ്കിൽ ഇതുപോലെയാണ് പഠിച്ചേ. ഇനി ഇവിടെ ആൽഫയ്ക്ക് പകരം എന്ത് കൊടുക്കണം? 0. ഇ റൈസ് ടു ആൽഫ അല്ലെ? 0 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 0x ഇൻറ്റു C1 കോസ് ബീറ്റയ്ക്ക് പകരം 1 അല്ലേ? അപ്പോൾ കോസ് എക്സ് എന്നല്ലേ വരുള്ളൂ, പ്ലസ് C2 സൈൻ എക്സ്. കറക്റ്റ് ആണോ? ആണ്. ഇനി ഇ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, എനി നമ്പർ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അപ്പോൾ ഇ റൈസ് ടു 0 1 അല്ലേ? അപ്പോൾ അത് കംപ്ലീറ്റ് അങ്ങ് ക്യാൻസൽ ആവുമല്ലോ. അപ്പോൾ എന്ത് വരും? C1 കോസ് എക്സ് പ്ലസ് C2 സൈൻ എക്സ്. കറക്റ്റ് ആണോ? അപ്പോൾ നമ്മൾ ജനറൽ സൊല്യൂഷൻ എന്തെന്ന് കിട്ടി? y ഓഫ് എക്സ് എന്ന് എഴുതാം അല്ലേ? y ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു C1 കോസ് എക്സ് പ്ലസ് C2 സൈൻ എക്സ്. ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ. കറക്റ്റ് ആണോ? ഇത്രയും ഓക്കെ അല്ലേ? ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നിങ്ങൾക്ക് ഓക്കെ ആണ് അല്ലേ? y ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു C1 കോസ് എക്സ് പ്ലസ് C2 സൈൻ എക്സ്. ഇത്രയും നമുക്കറിയാം. ഇത്രയും നമുക്ക് ആരും പറഞ്ഞു തരേണ്ട, എൻ്റെ ഹെൽപ്പ് ഒന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി എന്ന് പറയട്ടെ, ഇനി എന്ത് ചെയ്യണം? ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ കോൺസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ ആരെയൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മുടെ C1നെയും C2നെയും കണ്ടുപിടിക്കാം. അതിന് നമുക്ക് ആരെങ്കിലും തന്നിട്ടുണ്ടോ? നമ്മുടെ ക്വസ്റ്റിനകത്ത് 2 പോയിന്റ് എക്സ്ട്രാ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? y ഓഫ് 0 ഈക്വൽ ടു 3 എന്നും y ഡാഷ് ഓഫ് 0 മൈനസ് 0.5 എന്നും തന്നിട്ടുണ്ട്. ഇവരെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സീനെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ ആണോ? സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ y ഓഫ് എക്സ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഡെറിവേറ്റീവ് കൂടെ കണ്ടുപിടിച്ചോണേ. y ഡാഷ് ഓഫ് എക്സ് കൂടെ വേണം നമുക്ക്. എവിടെ എഴുതാം? y ഡാഷ് ഓഫ് എക്സ്. y ഓഫ് എക്സ് കുറച്ചൊന്ന് നീക്കി എഴുതിയിട്ട് നമുക്ക് y ഡാഷ് ഓഫ് എക്സ് അവിടെ എഴുതാം. രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ഇവിടെ എഴുതണേ. y ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? C1 കോസ് എക്സ് പ്ലസ് C2
സൈൻ എക്സ്. ഓക്കെ, ഇനി പറഞ്ഞ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ y ഡാഷ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടേമിലെ എല്ലാവരെയും ഡെറിവേറ്റീവ് എടുക്കുക. C1 എന്ന് പറയുന്ന ആദ്യം സ്റ്റാർട്ട് ചെയ്ത് C1 കോൺസ്റ്റന്റ് അല്ലേ, അപ്പൊ C1 ഒന്നും ചെയ്യണ്ട. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ എക്സ്. അറിയാലോ അല്ലെ, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ് അല്ലെ. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആരാണ്? കോസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ എക്സ് ആണല്ലോ. അപ്പൊ ഇവിടുത്തെ കോസ് എക്സിന്റെ ഡെറിവേറ്റീവിന് വരെ എന്ത് കൊടുക്കുക? മൈനസ് സൈൻ എക്സ് എന്ന് കൊടുത്തു. പ്ലസ് C2 കോൺസ്റ്റന്റ് ആണ്, C2 അതുപോലെ ഇട്ടു. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. അപ്പൊ y ഡാഷ് കിട്ടിയില്ലേ? ഓക്കെ ആണല്ലോ. കറക്റ്റ് ഡെറിവേറ്റീവ് കൊടുത്തു, എല്ലാ ടേമിനും ഡെറിവേറ്റീവ് കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുള്ള കണ്ടീഷൻ എടുത്തേ. y ഓഫ് 0 ഈക്വൽ ടു 3 എന്നല്ലേ. y ഓഫ് 0 ഈക്വൽ ടു 3, y ഓഫ് 0 ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? അതേ നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? വേറെ ഒന്നുമില്ല, എക്സ് 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും? 3 ആയിരിക്കും. അതല്ലേ മീനിങ്? ആലോചിച്ച് നോക്കിയേ, y ഓഫ് 0 ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ എക്സ് 0 വരുമ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും? 3 ആയിരിക്കും. നോക്കിയാൽ നമ്മുടെ ഇക്വേഷൻ കണ്ടോ, ഈ y ഓഫ് എക്സിന് എന്താ കൊടുക്കേണ്ട? എക്സിന് പകരം 0യും വൈക്ക് പകരം 3യും കൊടുത്താൽ പോരെ? കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് കോൺസ്റ്റന്റ് കണ്ടുപിടിച്ചൂടെ? അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഈ ഇക്വേഷനിൽ എക്സിന് പകരം 0യും വൈക്ക് പകരം 3യും കൊടുക്കുക. അപ്പൊ വൈക്ക് പകരം y ഓഫ് എക്സ് എന്നല്ലേ, അപ്പൊ എന്ത് കൊടുക്കുക? 3 അല്ലേ. 3 ഈസ് ഈക്വൽ ടു C1 കോസ് എക്സ് ആണ്, അപ്പൊ കോസ് 0 പ്ലസ് C2 സൈൻ 0. ഇനി പറഞ്ഞേ, സൈൻ 0യും കോസ് 0യുടെ വാല്യൂ ഒക്കെ അറിയാം അല്ലേ. സൈൻ 0 0 ആണ്, കോസ് 0 എന്താണ്? 1 ആണ്. അപ്പൊ എന്ത് വരും? സൈൻ 0 0 ആകുമ്പോൾ ഈ C2 എന്ന് പറയുന്ന ടേം കംപ്ലീറ്റ് 0 ആയിപ്പോയി അല്ലേ. അപ്പൊ ആര് മാത്രമേ ഉള്ളൂ? കോസ് 0 1 അല്ലേ. അപ്പൊ ഇവിടെ C1 മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ C1ന്റെ ആൻസർ എന്താ? 3. എന്ത് ഈസിയാന്ന് നോക്കിയല്ലേ. കോസ് 0യുടെ വാല്യൂ 1 ആണ്, സൈൻ 0യുടെ വാല്യൂ 0 ആയി. അപ്പൊ C2 കംപ്ലീറ്റ് 0 ആയിപ്പോയി. അപ്പൊ C1 ഈക്വൽ ടു 3 എന്ന് കിട്ടി. വെരി ഈസി അല്ലേ. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും? രണ്ടാമത്തെ കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് അടുത്ത കോൺസ്റ്റന്റ് കണ്ടുപിടിക്കും. ഇനി എന്താ നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുള്ളത്? y ഡാഷ് ഓഫ് 0 ഈക്വൽ ടു മൈനസ് 0.5. എന്താണ്? y ഡാഷ് ഓഫ് 0 ഇസ് ഈക്വൽ ടു മൈനസ് 0.5. ഇതിൽ നിന്ന് എന്താ മനസ്സിലായേ? എക്സ് 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും? മൈനസ് 0.5 ആയിരിക്കും അല്ലേ. എക്സ് 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും? മൈനസ് 0.5 ആയിരിക്കും. അപ്പൊ അതെവിടെയാ കൊടുക്കണ്ടേ? y ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആ വാല്യൂവിൽ വേണം കൊടുക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ ആ ഡെറിവേറ്റീവ് കൂടെ കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പൊ എപ്പോഴും ഓർക്കുക, ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണെങ്കിൽ y കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ കൂടെ തന്നെ y ഡാഷ് കൂടെ കണ്ടുപിടിച്ച് വയ്ക്കുക. എങ്കിലേ നമുക്ക് രണ്ട് കോൺസ്റ്റന്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ y ഡാഷ് എന്ന് പറയുന്ന ഇക്വേഷനിൽ വേണം എക്സിന് പകരം 0യും വൈക്ക് പകരം y ഡാഷിന് പകരം അല്ലെ, y ഡാഷിന് പകരം മൈനസ് 0.5ഉം കൊടുക്കാനായിട്ട്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവിടെ എന്ത് വരും? LHSൽ മൈനസ് 0.5 ഇസ് ഈക്വൽ ടു മൈനസ് C1 സൈൻ 0 അല്ലെ, 0 പ്ലസ് C2 കോസ് 0. ഇനി നമുക്കറിയാം സൈൻ 0 0 ആണ്, കോസ് 0 1 ആണ്. അപ്പൊ മൈനസ് C1 ഈ ടേം കംപ്ലീറ്റ് അങ്ങ് പോവും. ബാക്കി ആരാ ഉള്ളത്? മൈനസ് 0.5 ഈസ് ഈക്വൽ ടു C2 എന്ന് വരും. അപ്പൊ C1ഉം C2ഉം കിട്ടിയില്ലേ. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ ആയില്ലേ. അപ്പൊ പറഞ്ഞേ, therefore സൊല്യൂഷൻ ഓഫ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം അല്ലെ. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എന്താണ്? ഈസ്, അല്ലെങ്കിൽ സൊല്യൂഷൻ പെർട്ടിക്കുലർ സൊല്യൂഷൻ ഈസ് എന്ന് പറഞ്ഞാലും ശരിയാണ്. y ഈസ് ഈക്വൽ ടു എന്തായിരുന്നു നമ്മുടെ സൊല്യൂഷൻ? y ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു അല്ലെ, y ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു C1 കോസ് എക്സ് പ്ലസ് C2 സൈൻ എക്സ് എന്നായിരുന്നു. അപ്പൊ അതിനൊന്ന് മാറ്റി പറഞ്ഞ y ഓഫ് എക്സ് ഈക്വൽ ടു C1ന് പകരം എന്ത് കൊടുക്കണം? 3 കോസ് എക്സ്. അടുത്ത C2ന് പകരം മൈനസ് 0.5, അപ്പൊ മൈനസ് 0.5 സൈൻ എക്സ്. കിട്ടിയില്ലേ? ഈസി അല്ലേ അല്ലെ. ഒന്നുമില്ല, ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ഈസിയാണ്. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, എന്നിട്ട് y ഓഫ് എക്സ് എന്ന് എഴുതുക, y ഡാഷും കണ്ടുപിടിക്കുക, ക്വസ്റ്റിൽ തന്നിട്ടുള്ള രണ്ട് കണ്ടീഷനും അപ്ലൈ ചെയ്യുക, കോൺസ്റ്റന്റ്സ് കണ്ടുപിടിക്കുക, ലാസ്റ്റ് കോൺസ്റ്റന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുമ്പോൾ കിട്ടുന്നതാണ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ. ഈസിയാണ് അല്ലേ. അപ്പൊ ഇനി ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒന്നുമില്ല, ഒരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവും. ഇനി എത്ര ക്വസ്റ്റ്യൻ കിട്ടാലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും, ഉറപ്പാ. ഒന്നുമില്ല, നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ വെറുതെ കാണാതെ പഠിക്കുന്നതൊന്നുമല്ല, മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണിത്. അതുകൊണ്ട് വേറെ ഒന്നും പേടിക്കേണ്ട, നല്ല രീതിയിൽ ചെയ്യാം.
ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, അതിൽ യാതൊരു പ്രശ്നമില്ല. അത്യാവശ്യം ഡെറിവേറ്റീവിൻ്റെ ഫോർമുലാസ് ഒക്കെ അറിയണം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇടയിൽ വന്നുകൊണ്ട് നമ്മൾ ആവശ്യമുള്ളത് ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അല്ലാണ്ട് കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഓരോ പോർഷനിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് ഒക്കെ ഞാൻ സെപ്പറേറ്റ് തരും, അത് പേടിക്കേണ്ട, അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. 14th question. Solve the initial value problem y double dash minus 3y dash plus 2y equal to 0, then y0 equal to 1 and y dash of 0 equal to 1. സെയിം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക അല്ലേ, നിങ്ങൾ പോസ് ചെയ്ത് വയ്ക്കുക, സ്റ്റാർട്ട് ചെയ്യുക, ഫൈനൽ ആൻസർ കറക്റ്റ് ആണോ എന്ന് മാത്രം നോക്കുക. എന്ത് ചെയ്യണം, ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. എന്തായിരുന്നു? y ഡബിൾ ഡാഷ് മൈനസ് 3y ഡാഷ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു 0 അല്ലേ. ഇതിനാദ്യം എന്താ ചെയ്യേണ്ടത്? ഡിയിലോട്ട് മാറ്റണം. ഡിയിലോട്ട് മാറ്റി പറഞ്ഞേ, ഡി സ്ക്വയർ മൈനസ് 3d പ്ലസ് 2 ഇൻറ്റു y ഈക്വൽ ടു 0. കറക്റ്റ് ആണോ? ഇനി എന്ത് ചെയ്യണം? പുട്ട് d ഈസ് ഈക്വൽ ടു എം. ഡിക്ക് എം കൊടുക്കുമ്പോൾ എന്ത് ഇക്വേഷൻ കിട്ടും? ഓക്സിലറി ഇക്വേഷൻ. ഞാനിവിടെ ഷോർട്ടായിട്ട് എ എന്ന് എഴുതി പോവാണ്. അപ്പോൾ എന്ത് വരും? എം സ്ക്വയർ മൈനസ് 3m പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0. എന്താണ് ഇത് സോൾവ് ചെയ്ത് പറഞ്ഞേ? ഒന്നുകിൽ കാൽക്കുലേറ്റർ ചെയ്യുക, അല്ലാണ്ട് ഗസ് ചെയ്തിട്ടാണെങ്കിൽ എങ്ങനെ പറയും? ആഡ് ചെയ്യുമ്പോൾ മൈനസ് 3യും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ഉം കിട്ടുന്ന രണ്ട് നമ്പേഴ്സ്. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കിട്ടണമെങ്കിൽ 2ഉം 1ഉം നമുക്ക് എടുക്കാം. ആഡ് ചെയ്യുമ്പോൾ മൈനസ് 3 കിട്ടണമെങ്കിൽ 2 പേർക്കും മൈനസ് കൊടുക്കണം അല്ലേ. കറക്റ്റ് ആണ്. ഇത് നമ്മൾ ഗസ് ചെയ്തതാ. ഗസ് ചെയ്ത വാല്യൂവിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ നമ്മൾ വാല്യൂസ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവർക്ക് 2 പേർക്കും നെഗറ്റീവ് ഉണ്ട് ഗസ് ചെയ്തപ്പോൾ. അപ്പോൾ വാല്യൂസ് എന്തായാലും 2 പേരും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ കിട്ടിയില്ലേ? ആണോ? ഇനി എമ്മിൻ്റെ വാല്യൂ എന്താണ്? എങ്ങനെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ പറയുന്നത്? 2 വാല്യൂസും ഡിഫറെൻ്റ് അല്ലേ. ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്താണ്? ജനറൽ സൊല്യൂഷൻ എന്താണ്? y ഈക്വൽ ടു yc ഈസ് ഈക്വൽ ടു എങ്ങനെയായിരുന്നു? c1 e റൈസ് ടു m1x പ്ലസ് c2 e റൈസ് ടു m2x അല്ലേ. അപ്പോൾ c1 e റൈസ് ടു 2x പ്ലസ് c2 e റൈസ് ടു 1x അല്ലേ. 1x x എന്ന് എഴുതിയാൽ മതി. കിട്ടിയില്ലേ? ജനറൽ സൊല്യൂഷൻ ആയി. കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? പെർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ പെർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ആദ്യം ഒന്നുകൂടെ ഇതിനെടുത്ത് y ഓഫ് എക്സ് എന്നുള്ള രീതിയിൽ എഴുതാം. y ഓഫ് എക്സ് ഈക്വൽ ടു c1 e റൈസ് ടു 2x പ്ലസ് c2 e റൈസ് ടു x. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് കൂടെ കണ്ടുപിടിച്ച y ഡാഷ് ഓഫ് എക്സ് എന്താണ്? അപ്പോൾ ഓർത്ത് വെച്ച് എന്താണ് ഇ റൈസ് ടു എ എക്സിൻ്റെ ഡെറിവേറ്റീവ്? ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എ എക്സ് എന്ന് വെച്ചാൽ എന്താ ശരിക്കും? എ ഇ റൈസ് ടു എ എക്സ് അല്ലേ. ഇ റൈസ് ടു എ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എ ഇ റൈസ് ടു എ എക്സ്. അതായത് ഇപ്പോൾ ഇ റൈസ് ടു 3x എന്ന് കണ്ടാൽ നമ്മുടെ ഡെറിവേറ്റീവ് നമ്മൾ എന്ത് പറയും? 3 e റൈസ് ടു 3x അല്ലേ. അപ്പോൾ ഇ റൈസ് ടു 3x അല്ലേ. അതായത് എക്സിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പർ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുക. അങ്ങനെ ആലോചിച്ചാൽ മതി. നിങ്ങളിത് കാണാതെ പഠിക്കാനൊന്നുമില്ല. ഇ റൈസ് ടു സംതിങ് ഇൻറ്റു എക്സ് എന്ന് വന്നാൽ ആ സംതിങ്, ആ ഗ്യാപ്പിലുള്ള നമ്പർ, ഇതിപ്പോൾ നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ എന്ത് തന്നെയായാലും അതിനാദ്യം കൊടുത്താൽ മതി. പ്രശ്നം കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇ റൈസ് ടു മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഇ റൈസ് ടു മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? എക്സിൻ്റെ കൂടെ ഉള്ളത് ആരാ? മൈനസ് അല്ലേ. അപ്പോൾ മൈനസ് ആദ്യം എഴുതുക. മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് എന്നല്ലേ വരുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? ഇവിടെ ഇ റൈസ് ടു 2x അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം നോക്കിക്കുക, c1 അതുപോലെ എഴുതി. ഇ റൈസ് ടു 2xൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഇ റൈസ് ടു 2xൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2 ഇ റൈസ് ടു 2x. 2 ഇ റൈസ് ടു 2x പ്ലസ് c2 അതുപോലെ എഴുതി. ഇനി അടുത്ത ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഇ റൈസ് ടു എക്സ് തന്നെയാണ്. കഴിഞ്ഞു. അപ്പോൾ ഡെറിവേറ്റീവ് കിട്ടിയില്ലേ? ഓക്കെ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുള്ള ഇനീഷ്യൽ കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? y0 ഈസ് ഈക്വൽ ടു 1 എന്നല്ലേ. അതിൻ്റെ മീനിങ് എന്താ? എക്സ് 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞേ, എന്ത് കൊടുക്കേണ്ട? എക്സിന് 0 കൊടുക്കണം, വൈക്ക് 1 കൊടുക്കണം അല്ലേ. അപ്പോൾ 1 ഇസ് ഈക്വൽ ടു c1 ഇ റൈസ് ടു 2 ഇൻറ്റു 0 അല്ലേ. ഇ റൈസ് ടു 2 ഇൻറ്റു 0 പ്ലസ് ഇങ്ങനെ ഒന്നും ചെയ്യണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ. ഇതൊക്കെ നമുക്കറിയാം. ഇ റൈസ് ടു 0 1 ഒത്തിരി പ്രോബ്ലംസ് ചെയ്തതല്ലേ. അപ്പോൾ ഈയുടെ പവറിൽ 0 വന്നാൽ അത് 1 ആയിട്ട് തന്നെ എഴുതുക. അപ്പോൾ ഇതെല്ലാം 1 ആയി പോയി. അപ്പോൾ എന്ത് കിട്ടും? 1 ഇസ് ഈക്വൽ ടു c1 പ്ലസ് c2 എന്ന് കിട്ടും. ഓക്കെ, ഒരു ഇക്വേഷൻ കിട്ടി. അടുത്ത രണ്ടാമത്തെ കണ്ടീഷൻ എന്താ തന്നിട്ടുള്ളത്? വൈ ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 1 ആണ്. അതിന്റെ മീനിങ് എന്താ? എക്സ് 0 ആകുമ്പോൾ വൈ ഡാഷിന്റെ വാല്യൂ 1 ആണെന്നാ. അപ്പൊ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 1 ഇസ് ഈക്വൽ ടു ഇവിടെ 2c1 ആണല്ലോ അല്ലേ. c1 2 എന്ന് വെച്ചാൽ 2c1. ഇ റൈസ് ടുവിന്റെ പവറിൽ 0 കൊടുക്കുമ്പോൾ 1 ആയി പോകില്ലേ? ഇനി കാണിക്കണ്ടല്ലോ. 2c1 പ്ലസ് c2 എന്ന് വരും. ഓക്കെ അല്ലേ. അപ്പോൾ 2 ഇക്വേഷൻസ് കിട്ടി. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റിനകത്താണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ തന്നെ c1 ഉം c2 കണ്ടുപിടിക്കാൻ പറ്റി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരു ഇക്വേഷൻ ആയിട്ടാണ് കിട്ടിയ. സാരമില്ല, ആ ഇക്വേഷൻ സോൾവ് ചെയ്താൽ കിട്ടുമല്ലോ അല്ലേ. അപ്പോൾ നോക്കിയാൽ ആദ്യത്തെ ഇക്വേഷൻ c1 പ്ലസ് c2 ഈക്വൽ ടു 1 എന്നാണ്. രണ്ടാമത്തത് 2c1 പ്ലസ് c2 ഈക്വൽ ടു 1 എന്ന്. ഈ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. അപ്പോൾ ഒന്ന് എടുത്തെഴുതിക്കുക. ആദ്യത്തെ ഇക്വേഷൻ എന്താ?
C1 plus C2 is equal to 1. അതാണ് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുത്തു. അടുത്തതോ 2C1 plus C2 is equal to 1. ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുത്തു. എന്ത് ചെയ്താൽ കോൺസ്റ്റൻസ് കിട്ടും? ഇക്വേഷൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ഒന്നുകിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യാം അല്ലേ? ഒരേപോലത്തെ ടേം ഉണ്ടല്ലോ, ഇവിടെ ഒരു C2 ഉണ്ട്, വേറൊരു C2 ഉണ്ട്. അപ്പോൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആ C2 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് 1 മൈനസ് ചെയ്യാം. ഈ രണ്ട് ലീനിയർ ആയിട്ടുള്ള ഇക്വേഷൻസും നിങ്ങൾക്ക് കാൽക്കുലേറ്റർ സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, പറ്റും. ഇല്ലാണ്ട് ഇപ്പോൾ ഇത് ജസ്റ്റ് ഗസ് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് പറ്റും. ഇത് പ്രോപ്പർ വേ ഞാനൊന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യാൻ പോവാ അല്ലെ? മൈനസ് ചെയ്യാൻ പോവാണ്. 2ൽ നിന്ന് 1 മൈനസ് ചെയ്യാൻ പോവാ. അപ്പം പറഞ്ഞ് 2C1 മൈനസ് C1 എന്ത് വരും? C1. ദെൻ C2 നിന്ന് C2 മൈനസ് ചെയ്ത് C2 ക്യാൻസൽ ആയി അല്ലേ? അപ്പൊ C1 is equal to 1 മൈനസ് 1 എന്താ? 0. അപ്പൊ ഇതിൽ നിന്ന് എന്ത് കിട്ടി? C1 എന്താന്ന് കിട്ടി? 0 എന്ന് കിട്ടി. ക്ലിയർ ആയോ? രണ്ട് ഇക്വേഷൻ ഉണ്ട്. അപ്പൊ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യാ ചെയ്തേ. രണ്ടാമത്തെ ഇക്വേഷനത്തെ ഒന്നാമത്തെ ഇക്വേഷൻ ഞാൻ മൈനസ് ചെയ്തു. കാരണം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ C2 പോകും, C1 കിട്ടും. അപ്പൊ മൈനസ് ചെയ്തപ്പോൾ 2C1 നിന്ന് C1 മൈനസ് ചെയ്തപ്പോൾ 1C1 കിട്ടി. C2 പോയി. 1 മൈനസ് 1 ചെയ്തപ്പോൾ 0 കിട്ടി. അപ്പൊ C1 എന്താന്നാ കിട്ടിയേ? 0 എന്നാ കിട്ടിയേ. അപ്പോൾ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ ആളെ കണ്ടുപിടിച്ചൂടെ? ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ? C1 plus C2 1 ആണെന്നാ അല്ലെ? അതിൽ C1 0 എന്ന് കിട്ടിയില്ലേ? അപ്പൊ C2 എന്തായിരിക്കും? 0 plus C2 equal to 1. അതായത് C2 എന്താ? 1. അപ്പൊ C1 0 ആണെങ്കിൽ C2 ഉറപ്പായിട്ട് 1 ആവൂലേ? ആണല്ലോ. അപ്പൊ C1 0 എന്നും കിട്ടി, C2 1 ആന്ന് കിട്ടി. അപ്പൊ എന്താ നമ്മുടെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എന്താണ്? സൊല്യൂഷൻ ഓഫ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ഈസ് y of x is equal to എന്തായിരുന്നു? C1 e raised to 2x plus C2 e raised to x എന്നായിരുന്നു. അതിൽ C1 0 ആയി പോയി. അപ്പൊ ആ ടേം എഴുതണ്ട. C2 1 അല്ലേ? അപ്പൊ അവിടെ 1 കൊടുത്താൽ മതി അല്ലേ? അപ്പൊ അതായത് C1 e raised to 2x plus C2 e raised to x എന്നായിരുന്നു. C1 0 അല്ലേടാ? അപ്പൊ 0 into e raised to 2x plus C1 എന്താ? 1. C2 1 അല്ലേ? 1 into e raised to x. അപ്പൊ ആദ്യത്തെ ടേം 0 ആയി പോയി. അപ്പൊ ബാലൻസ് എന്ത് കിട്ടി? e raised to x. അപ്പൊ നമ്മുടെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എന്താ? y of x equal to e raised to x. അത്രേ ഉള്ളൂ, ഒരു ടേമേ ഉള്ളൂ. ബാക്കി ആ ടേം എന്ത് ചെയ്തു? 0 ആയി പോയി. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും നീട്ടി ചെയ്യണം എന്നില്ല. ഇവിടെ ഇക്വേഷൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാം. ജസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കണ്ടോ? C2 ഉള്ളത് കൊണ്ട് ജസ്റ്റ് മൈനസ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ എഴുതാം. അപ്പൊ ഇത്രയും സ്റ്റെപ്പ് കാണിക്കണം എന്നൊന്നുമില്ല. ഡയറക്റ്റ് നിങ്ങൾ C1 0 ആണ്, C2 1 കിട്ടും എന്നൊക്കെ എഴുതിയാലും അത് ഓക്കെ ആണ് നമുക്ക്. ഓക്കെ. അപ്പൊ അത് അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഒരേ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം എന്നില്ലല്ലോ. ഞാൻ സ്പീഡിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ പേർക്ക് മനസ്സിലാവും, കുറെ പേർക്ക് അയ്യോ എന്താന്നുള്ളത് ഐഡിയ കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് പ്രോപ്പർ ആയിട്ടുള്ള രീതി പറഞ്ഞു പോയത്. അപ്പൊ ഈ ഒരു ഐഡിയ വെച്ചിട്ട് ഇനി നിങ്ങൾക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റഡ് ആണ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. തേർഡ് വൺ വീണ്ടും ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ ശരിക്കും. ഒരു ക്വസ്റ്റ്യനോടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ ആദ്യം എഴുതണം അല്ലേ? y ഡബിൾ ഡാഷ് പ്ലസ് y ഡാഷ് പ്ലസ് 0.25y ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ഡിയിലോട്ട് മാറ്റുക. d സ്ക്വയർ പ്ലസ് d പ്ലസ് 0.25 ഇൻറ്റു y ഇസ് ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യണം? ഡിക്ക് പകരം എന്ത് കൊടുക്കണം? എം കൊടുക്കണം. ഇതൊരു കഥ പോലെ പഠിച്ചു വെച്ചിരുന്നാൽ മതി, കാണാതെ പഠിക്കാനൊന്നുമില്ല. കുറേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ താനെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കും ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിക്ക് എം കൊടുക്കുമ്പോൾ ആരെ കിട്ടും? ഓക്സിലറി ഇക്വേഷൻ കിട്ടും. ഇപ്പം എന്ത് കിട്ടും? എം സ്ക്വയർ പ്ലസ് എം പ്ലസ് 0.25 ഇസ് ഈക്വൽ ടു 0. ഇതെന്താ ശരിക്കും? നമുക്ക് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ളൊരു ഫോം വന്നില്ലേ? കാണുമ്പോൾ തന്നെ അറിയാം ഇത് ആരുടെ എക്സ്പാൻഷൻ ആണ്. ഈ 0.25 എന്ന് പറഞ്ഞാൽ ആരുടെ സ്ക്വയറാ? ആരുടെ സ്ക്വയർ? നമ്മുടെ 0.5ന്റെ സ്ക്വയർ അല്ലേ? 5ന്റെ സ്ക്വയർ അല്ലേ 25 വരുന്നത്. അപ്പോൾ 0.5ന്റെ സ്ക്വയർ ആണ് ഈ 0.25 എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? എം പ്ലസ് 0.5 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ ഈ ഒരു എക്സ്പാൻഷൻ എഴുതാൻ പറ്റുമല്ലോ. കറക്റ്റ് അല്ലേ? ഇനി അങ്ങനെ അല്ല, ഇങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ ഒന്നും വേണ്ട, കാൽക്കുലേറ്റർ എടുക്കുക, ABC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടുത്തെ എ എന്ത് വരും? A 1 ആണ്, ബിയും 1 ആണ്, C 0.25. അപ്പോൾ വേഗം ചെയ്ത് നോക്കി. നിങ്ങൾ പാരലലി കാൽക്കുലേറ്റർ കൂടെ ചെയ്തോ? അപ്പം ABC കൊടുക്കുമ്പോഴത്തേക്കും എന്ത് തന്നെ കിട്ടും നോക്കാമല്ലോ. നമുക്ക് ഈ വാല്യൂസ് തന്നെ കിട്ടും. ഇവിടെ എം പ്ലസ് 0.5 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ എമ്മിന്റെ വാല്യൂ എന്താ? -0.5 -0.5 അല്ലേ?
രണ്ടും നെഗറ്റീവ് അല്ലേ വരുള്ളൂ, കാരണം എം പ്ലസ് 0.5 ദ ഹോൾ സ്ക്വയർ ഈക്വൾ ടു 0. അപ്പോൾ എം പ്ലസ് 0.5 ഈക്വൾ ടു 0. അപ്പോൾ എം എന്താ -0.5. ഇവിടെ രണ്ട് റൂട്ട് വേണ്ടേ അല്ലേ, സെക്കൻഡ് ഓർഡർ ആണല്ലോ. അപ്പോൾ എം ഇസ് ഈക്വൾ ടു -0.5, -0.5 എന്ന് തോന്നുന്നു. കറക്റ്റ് ആണല്ലോ, കാൽക്കുലേറ്റ് ചെയ്താൽ ഇത് തന്നെ കിട്ടും. കറക്റ്റ് അല്ലേ? അപ്പോൾ നോക്കിയേ, അപ്പോൾ ഇവിടെ ജനറൽ സൊല്യൂഷൻ കിട്ടണം. അപ്പോൾ ഇത് നോക്കിയേ, ഈ റൂട്ട്സ് സെയിം ആണോ ഡിഫറെൻ്റ് ആണോ? ഡിഫറെൻ്റ് ആണോ? അല്ലേ, സെയിം ആണ് അല്ലേ, സെയിം ആയിട്ടുള്ള റൂട്ട്സ് ആണ്. സെയിം ആയിട്ടുള്ള റൂട്ട്സ് ആണെങ്കിൽ നമ്മുടെ ജനറൽ സൊല്യൂഷൻ എങ്ങനെയാന്ന് പറഞ്ഞേ, YC ഈക്വൽ ടു എന്താ പറഞ്ഞേ, C1 എഴുതുക പ്ലസ് രണ്ടെണ്ണം ഉണ്ട്. ഇവിടെ രണ്ട് റൂട്ടാണെങ്കിൽ രണ്ട് കോൺസ്റ്റൻസ് വേണം, ഓർത്തോണം. C1 എഴുതി അടുത്ത കോൺസ്റ്റന്റ് എഴുതുമ്പോൾ ആരും കൂടെ വേണം, ഒരു എക്സ് കൂടെ കൊടുക്കുക. C1 + C2x ഇൻറ്റു e⁻mx എന്ന്. അപ്പോൾ e⁻−0.5x. ഇതാണ് ജനറൽ സൊല്യൂഷൻ. ഓക്കെ അല്ലേ? കറക്റ്റ് ആണല്ലോ. ഇവിടുത്തെ റൂട്ട്സ് റിപ്പീറ്റഡ് ആണ്, സെയിം വന്നതുകൊണ്ട് നമ്മുടെ ജനറൽ സൊല്യൂഷൻ മാറി. C1 ആദ്യം കോൺസ്റ്റന്റ് എഴുതുക, C1 + C2x ഇൻറ്റു e⁻−0.5x. ഓക്കെ ആണ്, ഇതുവരെ അറിയാം. ഇതുവരെ ശരിയാണല്ലോ. ഓക്കെ അല്ലേ? അടുത്തത് ഇനീഷ്യൽ കണ്ടീഷൻസ് കൊടുക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ എഴുതിയിട്ട് ഇതിന് ഡെറിവേറ്റീവ് കൂടെ ആദ്യമേ എടുത്ത് വയ്ക്കുക അല്ലേ. അപ്പോൾ y(x) എന്നുള്ള രീതിയിൽ ഞാൻ എഴുതി C1 + C2x ഇൻറ്റു e⁻−0.5x. ഓക്കെ, ഇതിൻ്റെ ഡെറിവേറ്റീവ് വേണം നമുക്ക്. ഡെറിവേറ്റീവ് എടുക്കുക, y'(x). ഇവിടെ കുറേ ടേം ഉണ്ട്, കാണുമ്പോൾ പേടിയാവുന്നുണ്ടോ? പേടിക്കാനൊന്നുമില്ല അല്ലേ. ഡെറിവേറ്റീവ്സ് രണ്ട് ടേം ഉണ്ടെങ്കിൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പ്രോഡക്റ്റ് റൂൾ കൊടുത്താൽ പോരെ. പ്രോഡക്റ്റ് റൂൾ കൊടുക്കാൻ എങ്ങനെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്താലും മതി. ഈ ബ്രാക്കറ്റിലെ ബ്രാക്കറ്റിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ടും ഈ പവർ വരുന്ന ടേമിനെ സെക്കൻഡ് ഫംഗ്ഷനായിട്ടും വിചാരിച്ചാൽ മതി. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പ്രോഡക്റ്റ് റൂൾ എന്താ ഓർമ്മയുണ്ടോ? പ്രോഡക്റ്റ് റൂൾ എന്തായിരുന്നു? പ്രോഡക്റ്റ് റൂൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എന്താണ്, ഡെറിവേറ്റീവ് ഓഫ് അല്ലേ, ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇത്രയേ ഉള്ളൂ. എന്താ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. ഓർഡർ എങ്ങനെ വേണോ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ആദ്യം ഒരു ഫംഗ്ഷൻ എടുത്താൽ തൊട്ടടുത്ത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് മറ്റേയാളുടെ ഡെറിവേറ്റീവ് പ്ലസ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക. ഇത്രയേ ഉള്ളൂ. അതാണ് പ്രോഡക്റ്റ് റൂൾ അല്ലേ. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ട് വേഗം പറഞ്ഞാൽ എങ്ങനെ ചെയ്യാം? ഇതാ ഈ ബ്രാക്കറ്റിലുള്ള ഫംഗ്ഷൻ ഞാൻ ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും ഈയുടെ പവറിൽ വരുന്ന ഫംഗ്ഷനെ സെക്കൻഡ് ഫംഗ്ഷനായിട്ടും എടുത്തു. അപ്പോൾ പറഞ്ഞ പ്രോഡക്റ്റ് റൂൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു അപ്പോൾ C1 + C2x ഫസ്റ്റ് ഫംഗ്ഷൻ അല്ലേ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ആരുടെ ഡെറിവേറ്റീവ് വേണ്ടേ? e⁻−0.5x ഡെറിവേറ്റീവ് എന്തായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ? e⁻ax എന്ന് വന്നാൽ എക്സിന്റെ കൂടെ നിൽക്കുന്ന കോൺസ്റ്റന്റ് എന്താണോ അയാൾ ആദ്യം പിടിച്ചിടുക. അപ്പോൾ e⁻−0.5x ഡെറിവേറ്റീവ് എന്താ? -0.5x അല്ലേ, എക്സ് വരത്തില്ല, -0.5 ഇൻറ്റു e⁻−0.5x. കറക്റ്റ് അല്ലേ? ആണല്ലോ. ഓക്കെ, ഇനി എന്താ വേണ്ടേ? ഫസ്റ്റ് ഫംഗ്ഷൻ ടു ഡെറിവേറ്റീവ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ എഴുതുക, അതായത് e⁻−0.5x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ്. ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ രണ്ട് ടേം ഉണ്ടല്ലേ. അപ്പോൾ C1 + C2x ഡെറിവേറ്റീവ് വേണം. C1 ഡെറിവേറ്റീവ് എന്താ? കോൺസ്റ്റന്റ് അല്ലേ. കോൺസ്റ്റന്റ് ഒറ്റയ്ക്ക് നിന്ന ഡെറിവേറ്റീവ് എന്താ? 0 അല്ലേ. അപ്പോൾ C1 ഡെറിവേറ്റീവ് 0 പ്ലസ് C2x ഡെറിവേറ്റീവ് എന്താ? C2 കോൺസ്റ്റന്റ് അല്ലേ, എക്സിന്റെ കൂടെ കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ കോൺസ്റ്റന്റ് അതുപോലെ എഴുതുക. എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1. അപ്പോൾ എന്ത് വരും? 0 + C2, അതായത് C2 മാത്രമല്ലേ വരുള്ളൂ. ശരിയല്ലേ? ഡെറിവേറ്റീവ് എടുക്കുന്നത് മനസ്സിലായോ? C1 കോൺസ്റ്റന്റ് ഒറ്റയ്ക്ക് നിന്നാൽ ഡെറിവേറ്റീവ് 0. ഏതെങ്കിലും ഫംഗ്ഷന്റെ കൂടെയാണ് കോൺസ്റ്റന്റ് നിൽക്കുന്നതെങ്കിൽ കോൺസ്റ്റന്റ് അതുപോലെ മാറ്റി വെക്കുക, ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കുക അല്ലേ. അപ്പോൾ C2x ഡെറിവേറ്റീവ് എന്താ? C2 അതുപോലെ എഴുതി, എക്സിന്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ കിട്ടിയില്ലേ? അപ്പോൾ ഇതിനൊന്ന് പ്രോപ്പറായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഒന്ന് ഭംഗിയാക്കിക്കേ. y'(x) ഈക്വൽ ടു ഈ -0.5 ഒന്ന് ആദ്യം എഴുതാം അല്ലേ. -0.5 ഇൻറ്റു C1 + C2x ഇൻറ്റു e⁻−0.5x. ഇനി 0 + C2 എന്ന് പറഞ്ഞാൽ C2 അല്ലേ, പ്ലസ് C2 ഇൻറ്റു e⁻−0.5x. ഓക്കെ ആണല്ലോ, കറക്റ്റ് ആണല്ലോ. ഇനി നമുക്ക് കണ്ടീഷൻ കൊടുത്താൽ മതി. y(x) കൊണ്ട് y' കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? y(0) = 3 എന്നല്ലേ. y(0) = 3 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? x 0 ആകുമ്പോൾ y-യുടെ വാല്യൂ എന്തായിരിക്കും? 3 ആയിരിക്കും. ശരിയല്ലേ? y(0) = 3 എന്ന് പറഞ്ഞാൽ x 0 ആകുമ്പോൾ y-യുടെ വാല്യൂ 3. അപ്പോൾ ഇവിടെ x-ന് പകരം 0യും y-ക്ക് പകരം 3യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ y-ക്ക് പകരം 3 കൊടുക്കുമ്പോൾ എന്ത് വരും? ഈക്വേഷനകത്ത് കൊടുത്തേ 3 = C1
+C2 ഇൻറ്റു എക്സിന് പകരം 0 ആണേ ഇൻറ്റു e⁻⁻5 ഇൻറ്റു എക്സ് അല്ലേ, അപ്പോൾ അവിടെ 0. അപ്പം എന്ത് വരും? 3 = C1 അതുപോലെ എഴുതി C2 ഇൻറ്റു 0 0 ആയിപ്പോയി. ഇനി e⁻⁻5 ഇൻറ്റു 0 എന്ന് വെച്ചാൽ എന്താ? e⁻0 എന്താ? 1 ആണ്. അപ്പം C1 എന്താന്ന് കിട്ടി? 3 ആന്ന് കിട്ടി. കറക്റ്റ് അല്ലേ? C1ന്റെ വാല്യൂ 3 പെട്ടെന്ന് കിട്ടി അല്ലേ? C1 കിട്ടി. ഇനി സെക്കൻഡ് ഇക്വേഷനകത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ C2 കിട്ടുമായിരിക്കും അല്ലേ? അപ്പോൾ y' നമ്മൾ കണ്ടുപിടിച്ചു. എന്താ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? y' of 0 = -3.5. എഴുതിക്കേ, y' of 0 is equal to -3.5. y' of 0 is equal to -3.5. അപ്പോൾ എന്താ അതിൻ്റെ മീനിങ്? എന്താ ചെയ്യേണ്ടേ? എക്സ് 0 ആകുമ്പോൾ y' വാല്യൂ -3.5 അല്ലേ? എക്സിന് പകരം 0 കൊടുക്കുമ്പോൾ y' വരെ എന്ത് കൊടുക്കുക? -3.5 കൊടുക്കുക. അപ്പോൾ ഇക്വേഷനകത്ത് കൊടുത്ത ലെഫ്റ്റ് സൈഡ് എന്ത് വരും? -3.5 is equal to -0.5 ഇൻറ്റു C1 + C2 ഇൻറ്റു 0 അത് 0 ആയി പോവേ, +C2 ഇൻറ്റു e⁻ പവറിലും 0 വന്നാൽ 0 ആയി പോകും. ഓക്കെ, ഇത്രയും എക്സ്പ്ലെയിൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുക്കണം, പെട്ടെന്ന് ചെയ്തു പോവാം. പറയുന്നല്ലോ. അപ്പോൾ -3.5 is equal to -0.5 ഇൻറ്റു ഇവിടെ C1 അല്ലേ +C2 ഇൻറ്റു 0 ആയിപ്പോയി, e⁻0 1 ആയിപ്പോയി. അപ്പോൾ ഇവിടെ C1 മാത്രമേ വരുള്ളൂ, പ്ലസ് ബാക്കി ഇവിടെ എന്തുണ്ട്? C2 ഉണ്ട്. ഇനി ഇതിൽ ആരെങ്കിലും അറിയാവോ? അറിയാം, C1 നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? C1ന്റെ വാല്യൂ എന്താ? 3 ആണ്. അപ്പോൾ C1ന് പകരം 3 കൊടുത്തേ, -3.5 is equal to -0.5 ഇൻറ്റു C1ന് പകരം 3 കൊടുത്തു +C2. ഓക്കെ, അപ്പോൾ -3.5 is equal to -0.5 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എന്താ വരിക? -1.5 +C2. ഓക്കെ, പിന്നെ C2 കിട്ടാൻ എന്ത് ചെയ്യണം? ഈ -1.5നെ കൂടെ ലെഫ്റ്റ് സൈഡ് കൊണ്ടുപോകുമ്പോൾ -3.5 + 1.5 is equal to C2 എന്ത് വരും? -2 is equal to C2. അപ്പോൾ C2ന്റെ വാല്യൂ എന്താ കിട്ടിയേ? -2. C1 കിട്ടി, C2 കിട്ടി. C1 3 ആണ്, C2 -2 ആണ്. അപ്പോൾ ജനറൽ സൊല്യൂഷൻ മാറി. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എന്താ? സൊല്യൂഷൻ ഓഫ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം IVP ഈസ് എന്തായിരുന്നു? y of x അല്ലെങ്കിൽ y is equal to എങ്ങനെയായാലും മതി അല്ലേ? C1 + C2x എന്നായിരുന്നില്ല, എവിടെയായിരുന്നു? C1 + C2x ഇൻറ്റു e⁻⁻5x എന്നായിരുന്നു. അപ്പോൾ C1ന് പകരം 3 അല്ലേ? അപ്പോൾ 3 - C2ന് ഒരു -2x ഇൻറ്റു e⁻⁻0.5x. ഓക്കെ ആണോ? കറക്റ്റ് അല്ലേ? C1 + C2x എന്നാ കൊടുക്കേണ്ടത്. C1ന് പകരം 3 കൊടുത്തു, പ്ലസ് C2ന് പകരം -2 കൊടുത്തു. അപ്പോൾ 3 - 2x ഇൻറ്റു e⁻⁻0.5x. ഇതാണ് നമ്മുടെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ 3 ടൈപ്പ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തു. 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയി. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് പഠിച്ചു വെച്ചാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, രണ്ടാമത് ഇക്വേഷൻ വരുന്നത് സോൾവ് ചെയ്യുന്നത് ചെയ്തു, ഇവിടെ അത്യാവശ്യം ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് റൂൾ എടുത്ത് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം നല്ലപോലെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു അല്ലേ, നമ്മൾ സ്റ്റാർട്ടിങ് ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞത് എന്തൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? പെർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ? നമ്മൾ ഹോമോജീനിയസ് ODE പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് നമ്മുടെ YC പഠിച്ചു കഴിഞ്ഞു. ഇനി പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്ന് പറയുന്നത്. അതും പഠിച്ചു. കോൺസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഇനി ഞാൻ പറഞ്ഞ എന്താ? ബേസിസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വേണം, റോൺസ്കി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഈ 2 കാര്യങ്ങളും കൂടെ അറിഞ്ഞാൽ മതി. ബേസിസ് പറയാനൊന്നുമില്ല, ഞാൻ പറഞ്ഞു. നമ്മുടെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ട് y1 + C2 y2 എന്ന ഫോമിലാക്കിയിട്ട് y1നെ y2നെ വിളിക്കുന്ന പേരാ ബേസിസ്. ഓക്കെ അല്ലേ? അപ്പം നിങ്ങളോട് ചില ക്വസ്റ്റിനകത്ത് സോൾവ് എന്നുള്ള രീതി ചോദിച്ചിട്ട് അതിൻ്റെ കൂടെ ബേസിസ് കൂടെ കണ്ടുപിടിക്കാൻ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യുന്നുള്ളൂ? അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തില്ലേ ക്വസ്റ്റ്യൻസ്, അതിലെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യും? ബേസിസ് കൂടെ കണ്ടുപിടിച്ച് നോക്കാം. അത് മതിയല്ലോ. ചിലപ്പോൾ ആ ക്വസ്റ്റിൻ്റെ കൂടെ തന്നെ ആയിരിക്കും നിങ്ങളോട് ഫൈൻ ബേസിസ് എന്ന് കൂടി ചോദിക്കുക. അപ്പം അങ്ങനെ ചോദിച്ചില്ലെങ്കിലും അത് മനസ്സിലാക്കാൻ വേണ്ടി പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോൾ നോട്ട് എടുത്തേ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ആദ്യം മുതൽ പോവാണ്. അതിലെല്ലാം ബേസിസ് ആഡ് ഓൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തേ, വേഗം എടുത്തേ. എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ് ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ? കണ്ടുപിടിച്ചോ? ഓക്കെ. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടി. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ,
ഇതിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ബേസിസ് കൂടെ ആഡ് ഓൺ ചെയ്യാൻ പോവാണ്. ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചു, ഫസ്റ്റ് സോൾവ് ചെയ്തിട്ട് നമുക്ക് ഇതാണ് ജനറൽ സൊല്യൂഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേഗം കണ്ടുപിടിച്ചോണേ. ഇതേ ഓർഡറിലാണ് നമ്മൾ പോയത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ കിട്ടിയില്ല, ഇതാണ് സൊല്യൂഷൻ. എന്നിട്ട് ബേസിസ് കിട്ടണമെങ്കിൽ ഞാൻ എന്താ പറഞ്ഞാൽ വൈനെ അല്ലേ സൊല്യൂഷനെ C1y1 പ്ലസ് C2y2 എന്ന് പറയുന്ന ഫോമിലോട്ട് മാറ്റുക. ഏത് ഫോമാ? C1y1 പ്ലസ് C2y2 എന്ന ഫോമിലോട്ട് മാറ്റിയിട്ട് y1 y2നെ ബേസിസ് എന്ന് പറയുന്നത്. നോക്കി, ഈ ക്വസ്റ്റിലെ ജനറൽ സൊല്യൂഷൻ അങ്ങനെ തന്നെ അല്ലേ ഉള്ളേ? നോക്കി, C1 ഇൻറ്റു സംതിങ് y1 പ്ലസ് C2 ഇൻറ്റു സംതിങ്, അങ്ങനെയാണല്ലോ ഉള്ളേ. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ബേസിസ് എഴുതിക്കൂടെ? അപ്പോൾ ഇവിടുത്തെ ബേസിസ് എന്താ? ഈ ക്വസ്റ്റിനകത്ത് വരുന്ന ബേസിസ് എന്താണ്? y1 ആരാ ഇവിടത്തെ? e⁻⁻x. y2 ആരാ ഇവിടത്തെ? e⁻x. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ബേസിസ്. കണ്ടോ എന്ത് ഈസിയാന്ന് നോക്കിയാൽ. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് നിങ്ങളോട് സോൾവിൻ്റെ കൂടെ പ്ലസ് ഫൈൻഡ് ദ ബേസിസ് എന്ന് കൂടെ ചോദിച്ചാൽ അല്ലേ, ഫൈൻഡ് ദ ബേസിസ് എന്ന് കൂടെ ആഡ് ഓൺ ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ പറ്റൂലേ? സോൾവ് ചെയ്യാൻ അറിയാം. പ്ലസ് എന്ത് ചെയ്യണം? ലാസ്റ്റ് C1y1 പ്ലസ് C2y2 എന്ന ഫോമിലോട്ട് മാറ്റിയിട്ട് ആ y1 y2നെ എഴുതുന്നതാണ് ബേസിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ y1 y2 കിട്ടി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. വേഗം പറഞ്ഞ എന്താണ് ഇവിടുത്തെ ബേസിസ്? സെക്കൻഡ് ക്വസ്റ്റിലെ ബേസിസ് എന്തായിരുന്നു? ഇവിടുത്തെ C1y1 പ്ലസ് C2y2 എന്ന ഫോമിലാണ്. ഇവിടെ നമുക്ക് മാറ്റേണ്ട കാര്യമൊന്നും വന്നില്ല. അപ്പോൾ ബേസിസ് എന്താ? e⁻²x വരും, e⁻³ വരും. കഴിഞ്ഞു അല്ലേ? ഇത്രയേ ഉള്ളൂ. ദെൻ തേർഡ് ക്വസ്റ്റ്യനിൽ ഫോമിലല്ല ഉള്ളത് അല്ലേ? C1y1 പ്ലസ് C2y2 എന്ന ഫോമിലല്ല ഉള്ളത്. അതൊന്നും മാറ്റണം. അതായത് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഒക്കെ ഇതൊന്നും ആവശ്യമില്ല. ബ്രാക്കറ്റിന് പുറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അകത്തുള്ള രണ്ട് ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. C1ൻ്റെ കൂടെ എന്ത് വരും? C1 e⁻³ എന്ന് എഴുതാം, പ്ലസ് C2 ഇവിടെ ഓൾറെഡി ഒരു x ഉണ്ട്, e⁻³ അപ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. ശരിയാണോ? കറക്റ്റ് അല്ലേ? അപ്പോൾ ബ്രാക്കറ്റ് വന്നു. അപ്പോൾ e⁻³ രണ്ടു പേർക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. ഇപ്പം C1y1 പ്ലസ് C2y2 എന്ന ഫോമിലായോ? C1y1 പ്ലസ് C2y2 എന്ന ഫോമിലായോ? ആയല്ലോ. അപ്പോൾ നമ്മുടെ ബേസിസ് എന്താ? ബേസിസ് എന്തായിരിക്കും? y1 ആരാ ഇവിടത്തെ? e⁻³ y2 ആരാ? x e⁻³ ഓക്കെ അല്ലേ? കിട്ടിയില്ലേ? ബേസിസ് കിട്ടി. ഓക്കെ ആണല്ലോ? സ്പീഡല്ലല്ലോ? നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പം നേരത്തെ നിങ്ങൾ ചെയ്ത ക്വസ്റ്റിനകത്ത് തന്നെ ഇതുപോലെ ആഡ് ഓൺ ചെയ്ത് എഴുതിയിരുന്നാൽ മതി സെപ്പറേറ്റ്. അപ്പോൾ നിങ്ങൾ എല്ലാം കൂടെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് കൺഫ്യൂസിങ് ആയേനെ. ഇപ്പോൾ ഇവിടെ ബേസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പുറകിലോട്ട് പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഈസി അല്ലേ? ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. എല്ലാ ക്വസ്റ്റിനും ഞാൻ ചെയ്യുന്നില്ല, ഒരു 5 ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ബാക്കി നിങ്ങൾ തന്നെ എഴുതിയിരുന്നാൽ മതി കേട്ടോ. അടുത്ത നോക്കിയേ, ഇവിടെ നമ്മുടെ ഏതാ ഫോർത്ത് ക്വസ്റ്റിനകത്ത് കോംപ്ലക്സ് വരുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ? അവിടെ YC എഴുതിയിരിക്കുന്നത് കണ്ടോ? ജനറൽ സൊല്യൂഷൻ എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? അവിടെയും സ്റ്റാൻഡേർഡ് ഫോം അല്ല, ബ്രാക്കറ്റിന്റെ പുറത്ത് e⁻x ഉണ്ട്. അപ്പോൾ e⁻x മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അപ്പോൾ C1 ഇൻറ്റു e⁻x ഇൻറ്റു ആദ്യത്തെ ടേം എന്താ? cos√3x പ്ലസ് അടുത്തതോ C2 ഇൻറ്റു e⁻x ഇൻറ്റു sin√3x. ഓക്കെ, ഇപ്പം C1y1 പ്ലസ് C2y2 എന്ന ഫോം ആയല്ലോ. അപ്പോൾ ബേസിസ് എന്താന്ന് പറഞ്ഞേ? ബേസിസ് എന്താണ്? e⁻x ഇൻറ്റു cos√3x e⁻x ഇൻറ്റു sin√3x. കറക്റ്റ് അല്ലേ? ആണല്ലോ. C1y1 പ്ലസ് C2y2 എന്ന ഫോമിലോട്ട് മാറ്റിയിട്ട് y1 y2നെ പിക്ക് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ബേസിസ് കിട്ടും. ഓക്കെ അല്ലേ? ഇപ്പോൾ ഒരു ക്വസ്റ്റൻ ഇവിടെ കാണിച്ചാൽ മതിയല്ലോ, ബാക്കി നിങ്ങൾ ആഡ് ഓൺ ചെയ്യുമല്ലോ അല്ലേ? ബാക്കി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 12 ക്വസ്റ്റൻ കണ്ടു ചെയ്തു എന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ആ ക്വസ്റ്റൻ എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഇതുപോലെ ബേസിസ് എഴുതി പോയാൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റൻ നോക്കിയേ. ഈ ക്യൂബിക് ഇക്വേഷൻ ക്യൂബിക് ആയിരുന്നു അല്ലേ? ജനറൽ സൊല്യൂഷൻ എന്താ ഇവിടെ? ഇത് ഓൾറെഡി അങ്ങനെ തന്നെയാണ് ഉള്ളത്. y = C1y1 പ്ലസ് C2y2. ഇവിടെ ഒരാൾ കൂടുതലുണ്ടല്ലേ? C3y3. അപ്പം അങ്ങനെയാണെങ്കിൽ ബേസിസ് എന്ത് വരും? എത്ര പേരുണ്ടായാലും സാരമില്ല, അത് തന്നെയാണ് സ്റ്റാൻഡേർഡ് ഫോം. എന്ത് വരും? e⁻²x, അടുത്തതോ e⁻3x, അടുത്തതോ e⁻x. ഇതാണ് ബേസിസ്. അപ്പോൾ ബേസിസ് 2 എലമെന്റ്സേ ഉള്ളൂ എന്നൊന്നുമില്ല. നമ്മൾ അവിടെ സെക്കൻഡ് ഓർഡറിൽ പറഞ്ഞതുകൊണ്ടാണ് ജനറലി y1 y2 എന്ന് പറഞ്ഞ് നിർത്തിയത്. അപ്പോൾ ഇവിടെ തേർഡ് ഓർഡർ ആയപ്പോഴത്തേക്ക് 3 ബേസിസ് വന്നു. കണ്ടോ? 3 ബേസിസ് വന്നു. ഫോർത്ത് ഓർഡർ ആണെങ്കിൽ 4 ബേസിസ് വരും. അങ്ങനെ മാറി വരും അല്ലേ? ഡിഫറെൻ്റ് ആയിട്ട് വരും. അപ്പോൾ ഇവിടെ ഓക്കെ അല്ലേ? 3 ബേസിസ് വന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനും ക്യൂബാണ്. ഇവിടുത്തെ ഇതും കൂടെ നോക്കാം നമുക്ക്. 6th ക്വസ്റ്റ്യൻ കണ്ടോ? ഇവിടുത്തെ ബേസിസ് എന്താന്ന് പറഞ്ഞിടാ, വേഗം പറഞ്ഞേ. y = C1y1 പ്ലസ് C2y2 പ്ലസ് C3y3 എന്ന ഫോമിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബേസിസ് എന്താണ്? ഇവിടെ C1ൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ല അല്ലേ? ആരും ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ? 1 ഉള്ളത്.
അപ്പോൾ ഫസ്റ്റ് ബേസിസ് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ അത് എഴുതാതിരിക്കരുത്. C1y1 എന്നുള്ള ഫോമാ. ഇവിടെ ആരും ഇല്ല എങ്കിൽ അവിടെ 1 അല്ലേ ഉള്ളേ. അപ്പോൾ 1, y2 എന്താ? e⁻x, y3 എന്താ? e⁻−x. അപ്പോൾ 3 ബേസിസ് കിട്ടിയില്ലേ? ഇതാണ് ഇവിടുത്തെ ബേസിസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കി ഇതാ ഇവിടുത്തെ ബേസിസ് ഏതൊക്കെയാ? e⁻2x, e⁻−2x, e⁻x, e⁻−x. ബേസിസ് എന്താണെന്നുള്ളത് പിക്ക് ചെയ്ത് ഓരോ ക്വസ്റ്റിന് താഴെയായിട്ട് എഴുതിയാൽ മതി. ഇവിടെയും അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബേസിസ് എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ. എല്ലാം ഒന്ന് എഴുതി നോക്കണേ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിലും ബേസിസ് എഴുതാൻ പറ്റും. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ചെയ്യുമ്പോൾ ബേസിസിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ അവിടെ എഴുതുന്നില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കിട്ടി. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം സോൾവ് ചെയ്യാനും പഠിച്ചു, ബേസിസ് കണ്ടുപിടിക്കാനും പഠിച്ചു. ഇനി വേറൊരു ടൈപ്പ് വരുന്നുണ്ട്. നമുക്ക് ബേസിസ് ആണെന്നും പറഞ്ഞ് രണ്ടുപേരെ തരും. തന്നിട്ട് തിരിച്ച് നമ്മുടെ ഇക്വേഷൻ ഫോം ചെയ്യാൻ ചോദിക്കും. അതും കൂടെ നോക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് എ ഹോമോജീനസ് സെക്കൻഡ് ഓർഡർ ODE വിത്ത് ദ ബേസിസ് ഓഫ് സൊല്യൂഷൻസ്. ബേസിസ് ഓഫ് സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞ് 2 സൊല്യൂഷൻ നമുക്ക് തന്നു. എന്നിട്ട് ഇവരെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇക്വേഷൻ ഫോം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടീഷനാണ് ചെയ്യുന്നത്. നമ്മൾ ഇതുവരെയും നമുക്ക് കയ്യിൽ ഇക്വേഷൻ തന്നിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു? സോൾവ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ബേസിസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അറിയാം, കുഴപ്പമില്ല. പക്ഷെ ബേസിസ് തന്നിട്ട് തിരിച്ചേ പോകണം അല്ലേ? നമ്മൾ ചെയ്ത പ്രോസസ്സിന് നേരെ ഉൾട്ടാ പോകാൻ പോകണം. നോക്കാം എങ്ങനെ ചെയ്യുമായിരിക്കും. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ബേസ് തന്നിട്ടുള്ളത്? e⁻−3x ഉണ്ട്, e⁻7x ഉണ്ട്. ഇത് രണ്ടും ബേസിസ് ആണ്. ഇതിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകാൻ പോവാം. അപ്പോൾ ആദ്യം നമുക്ക് എമ്മിൻ്റെ വാല്യൂ അറിയണം. ഇവിടെ നമ്മൾ നോർമലി പറയുന്ന ബേസിസ് എങ്ങനെ? e⁻m1x, e⁻m2x എന്നുള്ള രീതിയിലല്ലേ പറയൂ. അപ്പോൾ ആ എക്സിൻ്റെ കൂടെ നിൽക്കുന്ന നമ്പേഴ്സ് ആണ് നമ്മുടെ m1, m2. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ m1, m2 ആരൊക്കെയാന്ന് പറഞ്ഞാൽ m1 എന്ന് പറഞ്ഞാൽ ഏതാ? ഇവിടെ നമുക്ക് -3 എന്ന് കിട്ടി. m2 ആരാ? ഇവിടുത്തെ 7. അപ്പം നമ്മുടെ റൂട്ട്സ് എന്തൊക്കെയാണ്? -3ഉം 7ഉം. കറക്റ്റ് അല്ലേ? ആണോ? അപ്പോൾ e⁻m1xും e⁻m2x എന്ന ഫോമിലാണ് ബേസിസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ m1 എന്ന് പറഞ്ഞാൽ -3ഉം m2 എന്ന് പറഞ്ഞാൽ 7ഉം ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് തിരിച്ച് ഇക്വേഷൻ നമ്മൾ എങ്ങനെ ആക്കും? m-something ഇൻറ്റു m-something ഈക്വൽ ടു 0. ഇതുപോലെയല്ലേ നമ്മൾ റൂട്ട്സ് ഉണ്ടെങ്കിൽ ഇക്വേഷൻ ആക്കുന്നത്? m-m-. ആ മൈനസ് മറന്നു വരുന്നത് നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ എഴുതി ശീലിക്കുക. m- ആദ്യത്തെ റൂട്ട് ഇൻറ്റു m- സെക്കൻഡ് റൂട്ട് ഈക്വൽ ടു 0. അപ്പോൾ ആദ്യത്തെ റൂട്ട് എന്താ? m-, ആദ്യത്തെ റൂട്ട് എന്താ? -3. അടുത്ത റൂട്ട് എന്താ? 7 അല്ലേ? m-3 ഇൻറ്റു m-7 ഈക്വൽ ടു 0. പിന്നെ ഇതൊന്ന് അറേഞ്ച് ചെയ്തേ. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് അല്ലേ? അപ്പോൾ m+3 ഇൻറ്റു m-7 ഇസ് ഈക്വൽ ടു 0. ആണോ? കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതൊന്നും അറേഞ്ച് ചെയ്ത് 2 പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കിക്കൂടെ? എന്ത് ചെയ്യും? ആദ്യത്തെ ബ്രാക്കറ്റിൽ ഫസ്റ്റ് ആളെ കൊണ്ട് ഈ 2 പേരെയും മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ അടുത്ത ഈ 3 കൊണ്ട് 2 പേരെയും മൾട്ടിപ്ലൈ അല്ലേ? അപ്പോൾ ആദ്യം എന്താ? m*m². അടുത്തത് m*-7 -7m. ദെൻ അടുത്തതോ 3*m + 3m. ദെൻ 3 × -7 -21 ഈക്വൽ ടു 0. കറക്റ്റ് അല്ലേ? ഇനി നോക്കിയാടാ, ഈ -7m ഉം 3m ഉം കൂടെ ആഡ് ചെയ്തൂടെ? അപ്പൊ എന്ത് കിട്ടും? m² - 4m -21 ഈക്വൽ ടു 0 അല്ലേ? m² - 4m -21 is equal to 0. ഓക്കെ ആണോ? ഇനി ഇതെന്താ ശരിക്കും? ഇത് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ അല്ലേ? ഓക്സിലറി ഇക്വേഷൻ ആണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത്. ഓക്സിലറി ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്തൂടെ? അപ്പോൾ കറസ്പോണ്ടിങ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെ? ODEs എന്താ? ഈ m² മാറ്റിയിട്ട് എന്ത് കൊടുക്കും? y" എന്ന് കൊടുക്കും. -4 ഇൻറ്റു m മാറ്റിയിട്ട് എന്ത് കൊടുക്കും? y' -21 is equal to 0. കറക്റ്റ് അല്ലേ? അപ്പൊ നമ്മുടെ ODE ആയില്ലേ? y" -4 ഇൻറ്റു y' -21. 21ന്റെ കൂടെ ആരെങ്കിലും കൊടുക്കണോ? 21 എന്ന് എഴുതിയാൽ മതിയോ? ഇല്ല അല്ലേ? 21y എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്താണ്? 21y. കോൺസ്റ്റന്റ് അങ്ങനെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റുമോ? ഇല്ലല്ലോ. വൈയുടെ ടേമിലാണല്ലോ പറയുന്നത്. നോക്കിയിട്ട് നമ്മൾ നേരെ തിരിച്ചു പോകുന്നത്. ഇപ്പം നമ്മുടെ ഈ കയ്യിൽ ഈ ഇക്വേഷൻ ആണുള്ളതെങ്കിൽ നമ്മൾ m എങ്ങനെ എഴുതിയിരുന്നേ? m² - 4m -21 എന്നുള്ള രീതിയിലല്ലേ എഴുതുള്ളൂ. അപ്പോൾ കറസ്പോണ്ടിങ് ODE എഴുതുമ്പോൾ എന്ത് ചെയ്യുക? m² പകരം y" -4
ഇൻറ്റു എമ്മിന് പകരം വൈ ഡാഷ് മൈനസ് കോൺസ്റ്റന്റ് ഒറ്റയ്ക്കായിട്ട് നമുക്ക് നിർത്താൻ പറ്റത്തില്ല. അതിന്റെ കൂടെ ആരെ കൂടെ കൊടുക്കണം? വൈ കൂടെ കൊടുക്കാം. -21 y = 0. അപ്പൊ നമുക്ക് കറക്റ്റ് ആണോ നോക്കാം. എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ തിരിച്ചെഴുതാൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇതാണ് നമ്മുടെ ക്വസ്റ്റൻ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ഡിയിലോട്ട് മാറ്റും. അപ്പോൾ d² - 4d - 21 ഇൻറ്റു y = 0 എന്ന് എഴുതുമായിരുന്നു അല്ലേ? കറക്റ്റ് അല്ലേ? ഇനി എമ്മിലോട്ട് മാറ്റിയത് എങ്ങനെയായിരുന്നു? m² - 4m - 21 = 0. കണ്ടോ? ഇത് തന്നെയല്ലേ ഇക്വേഷൻ? കറക്റ്റ് അല്ലേ? അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോകാനും തിരിച്ചു പോകാനും നമ്മൾ പഠിച്ചു. സെറ്റാണല്ലോ? വേറെ ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. ഇപ്പം ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യാനുള്ള ക്വസ്റ്റൻ ആയി. ഓരോ ക്വസ്റ്റനും കൂടെ നോക്കാം അല്ലേ? അപ്പൊ ഇത് ഒന്നുകൂടെ പറയണോ? നിങ്ങൾക്ക് ഓക്കെ ആണോ? എന്താണ് സൊല്യൂഷൻസ്? നമ്മുടെ ബേസിസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് എം കണ്ടുപിടിച്ചു, m - ഇൻറ്റു എന്നുള്ള രീതിയിൽ ഇക്വേഷൻ ഫോം ചെയ്തു, അതോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമ്മുടെ അപ്പൊ കിട്ടുന്നത് ഓക്സിലറി ഇക്വേഷൻ ആണ്. അതിൽ നിന്ന് ഓടി എഴുതാൻ തെറ്റിപ്പോവരുത്. ഓടി എഴുതുമ്പോൾ m² മാറി y" ആയി, m മാറി y' ആയി. കോൺസ്റ്റന്റ് ഒറ്റയ്ക്കാണെങ്കിൽ അതിന്റെ കൂടെ ഒരു y കൂടെ ചേർത്ത് എഴുതണം. മറന്നു പോരുത് കേട്ടോ. ഇത് തെറ്റാൻ സാധ്യതയുണ്ട്, ഓർത്ത് വെച്ച് എഴുതിക്കോണം. ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റൻ കൂടെ ചെയ്യുമ്പോൾ ശരിയാവും. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ ഹോമോജീനസ് സെക്കൻഡ് ഓർഡർ ODE വിത്ത് ദ ബേസ് ഓഫ് സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ബേസ് ഓഫ് സൊല്യൂഷൻ e⁴x x ആണ്. e⁴x x ഇത് എപ്പോഴാണ് വരുന്നത് ശരിക്കും? e⁻mx x വരുന്നത് ഡബിൾ റൂട്ട് വരുന്ന കേസിലാണ്. ശരിയാണോ? എക്സ് എന്ന് അവിടെ മൾട്ടിപ്ലിക്കേഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലായോ ഇത് ഏത് കേസാണ്? ഡബിൾ റൂട്ടിന്റെ കേസാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റൂട്ട് എന്താ? എം എന്താ ശരിക്കും? 4 എന്നായിരിക്കൂലേ? ശരിയാണോ? 4 അല്ലെ? 4 എന്ന് പറയുന്ന റൂട്ട് 2 പ്രാവശ്യം വരുമ്പോഴാണ് നമ്മൾ ഈ രീതിയിൽ ബേസിസ് സെറ്റ് ചെയ്യുന്നത്. 4 അങ്ങനെയാണെങ്കിൽ ഇതിന് ഇക്വേഷൻ ആക്കിയിട്ടെന്ന് പറഞ്ഞ് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? m - സംതിങ് ഇൻറ്റു m - സംതിങ് അല്ലെ? അതായത് വാല്യൂ = 0. അപ്പൊ ആ ഗ്യാപ്പിൽ എന്താ കൊടുക്കേണ്ടത്? 4 അല്ലെ? m - 4 ഇൻറ്റു m - 4 = 0. അപ്പൊ എങ്ങനെ എഴുതാം? m - 4 the whole square is equal to 0. a - b the whole square എക്സ്പാൻഡ് ചെയ്തേ. a² - 2ab അല്ലെ? 2ab 2 ഇൻറ്റു m ഇൻറ്റു 4 പ്ലസ് b² അതായത് 4² ഈക്വൽ ടു 0. ദാറ്റ് ഇസ് m². 2 ഇൻറ്റു 4 എന്താ? 8 - 8m പ്ലസ് 16 is equal to 0. കിട്ടിയോ? ഓക്സിലറി ഇക്വേഷൻ കിട്ടിയല്ലോ. അപ്പൊ അതിൽ നിന്ന് കറസ്പോണ്ടിങ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതിക്കേ. കറസ്പോണ്ടിങ് ODE is എന്താണ്? m² പകരം y" മൈനസ് 8 എമ്മിന് പകരം y' പ്ലസ് 16 മാത്രം ഇട്ടാൽ മതിയോ? പോരാ. y = 0. ഇതാണ് നമ്മുടെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. കറക്റ്റ് അല്ലേ? ഓക്കെ ആണല്ലോ? അപ്പൊ ഇനി തെറ്റത്തില്ലല്ലോ, കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി. ഈ ഡബിൾ റൂട്ട് എടുക്കുന്ന മാറിപ്പോരുത്. കാരണം സെക്കൻഡ് ഓർഡർ ആകുമ്പോൾ നമുക്ക് എന്തായാലും 2 റൂട്ട് കിട്ടിയേ പറ്റൂ. അപ്പൊ ഇതിന്റെ പവറിൽ വരുന്ന രണ്ടും സെയിം നമ്പർ ആണെങ്കിൽ മനസ്സിലാക്കിക്കോണം അതെന്താ? ഡബിൾ റൂട്ടാ. അതുകൊണ്ടാണല്ലോ e⁻mx x എന്നുള്ള ഫോമിൽ വന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഞാൻ പറഞ്ഞല്ലോ ബേസിസ് ആണെന്ന് കാണിക്കാൻ ഷോ ദാറ്റ് എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഷോ ദാറ്റ് sin x, cos x ഫോം എ ബേസിസ് ഓഫ് സൊല്യൂഷൻസ്. sin xും cos xും ഒരു ബേസിസ് ഓഫ് സൊല്യൂഷൻ ആണെന്ന് കാണിക്കാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. y" പ്ലസ് y = 0. ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ബേസിസ് ആണ് ഈ sin xും cos x എന്ന് കാണിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ബേസിസ് ആണെന്ന് കാണിക്കണമെങ്കിൽ എന്തൊക്കെ കാണിക്കണം? ആദ്യം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്നും കാണിക്കണം, പിന്നെ സൊല്യൂഷൻ ആണെന്നും കാണിക്കാം. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിക്കണമെങ്കിൽ എന്തെടുക്കണം? നമ്മുടെ റോൺസ്കിയൻ. റോൺസ്കിയന്റെ ഫോമിൽ എന്താ? ഡിറ്റർമിനന്റ് y1 y2 y1' y2'. ഇതാണ് റോൺസ്കിയൻ. ഈ റോൺസ്കിയൻ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ലീനിയർലി ഇൻഡിപെൻഡന്റും ആണ് സൊല്യൂഷനും ആണെന്ന് കിട്ടിയാലേ നമുക്ക് ബേസിസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടുത്തെ y1 ഉം y2 ആരൊക്കെയാ? y1 നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് sin x അല്ലേ? അപ്പൊ അതിനെ y1 ആയിട്ടും cos x നെ y2 ആയിട്ടും എടുക്കാമല്ലോ. അപ്പൊ y1 എന്ന് പറയുന്നത് sin x ആണ്, y2 ആരാ? cos x. ഓക്കെ, ഇനി വേഗം ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച് y1 പകരം sin x, ദെൻ y2 പകരം cos x. ഇനി താഴെ ഇവരുടെ ഡെറിവേറ്റീവ്സ് എഴുതണം അല്ലേ? sin x ന്റെ ഡെറിവേറ്റീവ് എന്താ? cos x. cos x ന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് sin x. ഓക്കെ അല്ലേ? ഇനി ഡിറ്റർമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കും? ക്രോസ് ചെയ്തിട്ട് മൈനസ് ചെയ്യുക, ക്രോസ് ചെയ്തിട്ട് മൈനസ് ചെയ്യുക അല്ലേ? അപ്പൊ മൈനസ് sin x ഇൻറ്റു sin x എന്താ? sin² x അല്ലേ? sin²x. പക്ഷെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പൊ മൈനസ് കോമൺ ആയിട്ട് പുറത്തിട്ടോണം. ഇനി അടുത്ത എന്താ? മൈനസ് cos x ഇൻറ്റു cos x എന്താ? cos²x.
നോക്കിയുടെ രണ്ട് ടേമിൽ മൈനസ് ഉണ്ട്, കോമൺ ആയിട്ട് പുറത്തെടുക്കാം അല്ലേ. മൈനസ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോ സ്ക്വയർ എക്സ്. എന്താണ് ഐഡന്റിറ്റി? പണ്ട് മുതലേ നമ്മൾ പഠിക്കുന്നത് അല്ലേ, ട്രിഗണോമെട്രിയിൽ ആദ്യത്തെ ഐഡന്റിറ്റി ആയിട്ട് പഠിക്കുന്നതാ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോ സ്ക്വയർ എക്സ് ഈക്വൽ ടു എന്താ 1 അല്ലേ. അപ്പോൾ അത് 1 ആണ്. അപ്പോൾ -1 എന്നാണ് നമുക്ക് റോൺസ്കിയൻ കിട്ടുന്നത്. കറക്റ്റ് അല്ലേ? റോൺസ്കിയൻ എന്താ? -1. -1 എന്താ? 0 ആണോ? നോട്ട് ഈക്വൽ ടു 0 അല്ലേ. റോൺസ്കിയൻ നോട്ട് ഈക്വൽ ടു 0 കിട്ടിയോ? അപ്പോൾ therefore അപ്പോൾ എന്താണെന്ന് കിട്ടി? സൈൻ എക്സ് അല്ലേ. സൈൻ എക്സ് കോമ കോസ് എക്സ് എന്ന് പറയുന്ന സൊല്യൂഷൻസ് എന്താണ്? ഈസ് ലീനിയർലി എന്താണ്? ഇൻഡിപെൻഡന്റ്. എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കിട്ടി. ഓക്കെ, സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കിട്ടി. തീർന്നോ? ഇല്ല. ഇനി ഇത് സൊല്യൂഷൻ ആണെന്ന് കൂടെ കാണിക്കണ്ടേ. ഇതുപോലെ ബേസിസ് ആണെന്ന് കാണിക്കാൻ പറഞ്ഞാൽ ആദ്യം ഈ റോൺസ്കിയൻ എടുക്കുക, അത് ആദ്യം ചെയ്യുക. റോൺസ്കിയൻ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ പറയും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയും. ഇനി അടുത്ത ബേസിസ് ആവണമെങ്കിൽ ഒരു സൊല്യൂഷൻ ആണെന്ന് കൂടെ കാണിക്കുക. അത് വേറെ ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ഇക്വേഷനില്ലേ y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0, ഈ ഇക്വേഷൻ ഇവർ രണ്ടുപേരും സാറ്റിസ്ഫൈ ചെയ്യുന്നു ഒന്ന് കാണിക്കുക, അത്രേ ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ y1 ആയിട്ട് എന്തെടുത്തു? സൈൻ എക്സ് എടുത്തു. അപ്പോൾ ഈ ഇക്വേഷനിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് കാണിക്കാൻ സെക്കൻഡ് ഡെറിവേറ്റീവ് വരെ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ y1 ഡാഷ് എന്താ? സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ്. ഇനി വീണ്ടും y1 ഡബിൾ ഡാഷ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ എക്സ്. ഇനി ഈ വാല്യൂസ് നമ്മൾ ഈ ഇക്വേഷനകത്തുനിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0 എന്നുള്ള രീതി കിട്ടുമോ നോക്കിയാൽ മതി. നോക്കാം. y ഡബിൾ ഡാഷ് പ്ലസ് y ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? y ഡബിൾ ഡാഷ്, അതായത് y ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ y1ന്റെ ടേംസിൽ വേണം എഴുതാൻ. എന്താണ് y1 ഡബിൾ ഡാഷ്? മൈനസ് സൈൻ എക്സ്. ദെൻ എന്തായിരുന്നു? y1 പ്ലസ് സൈൻ എക്സ്. ഇനി മൈനസ് സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് എന്താ? 0 തന്നെ അല്ലേ. ഓക്കെ അല്ലേ. അപ്പൊ സൈൻ എക്സ് സൊല്യൂഷൻ ആണെന്ന് കിട്ടി. ഇതുപോലെ എന്തും കാണിക്കുക, കോസ് എക്സും സൊല്യൂഷൻ ആണെന്ന് കാണിക്കുക. അപ്പൊ കോസ് എക്സ് സൊല്യൂഷൻ ആണെന്ന് കാണിക്കാൻ നമുക്ക് അവിടെ എന്ത് വിളിക്കാം? കോസ് എക്സിനെ നമ്മൾ y2 എന്നല്ലേ വിളിച്ചേ. അപ്പോൾ y2 എടുത്തു നോക്കിക്കേ. y2 എന്താണ്? കോസ് എക്സ് ആണ്. അപ്പൊ y2 ഡാഷ് എന്താ? കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ഇനി y2 ഡബിൾ ഡാഷ് എന്താ? മൈനസ് അതുപോലെ എഴുതുക, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ഇനി ഇത് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. y2 ഡബിൾ ഡാഷ് പ്ലസ് y2 എന്താ നോക്കുക. എന്തായിരുന്നു y2 ഡബിൾ ഡാഷ്? മൈനസ് കോസ് എക്സ്. ദെൻ എന്തായിരുന്നു? y2 പ്ലസ് കോസ് എക്സ്. എന്താണ്? മൈനസ് കോസ് എക്സ് പ്ലസ് കോസ് എക്സ് എന്താ? 0. അപ്പോൾ y2 സൊല്യൂഷൻ ആണെന്ന് കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവർ രണ്ടുപേരും എന്താണെന്ന് മനസ്സിലായി? സൊല്യൂഷൻസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ സൊല്യൂഷൻസുമാണ് ലീനിയർലി ഇൻഡിപെൻഡന്റും ആണെങ്കിൽ എന്തായി? ബേസിസ് ആയി അല്ലേ. ലീനിയർലി ഇൻഡിപെൻഡന്റും ആണ് സൊല്യൂഷനും ആണെങ്കിൽ എന്തായി? ബേസിസ് ആയി. അപ്പോൾ ഈ രീതിയിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടില്ല, എന്നാലും ഒരു എക്സാമ്പിൾ ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. നമ്മൾ രണ്ട് സൊല്യൂഷൻസ് തന്നിട്ട് ബേസിസ് ആണെന്ന് കാണിക്കാൻ പറഞ്ഞാൽ റോൺസ്കിയൻ നോട്ട് ഈക്വൽ ടു 0 ആണെന്നും കാണിക്കുക. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കിട്ടും. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റോൺസ്കിയൻ മാത്രമായിട്ട് ക്വസ്റ്റ്യൻ വരും. പ്ലസ് സൊല്യൂഷൻ ആണെന്നും കാണിച്ചു. ഓക്കെ അല്ലേ? സെറ്റാണല്ലോ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. 19th question. Find the linear dependence of the given basis. Also find the ODE from the basis. വേറൊന്നുമില്ല. ഈ ലീനിയർ ഡിപ്പെൻഡൻസ് എന്ന് ചോദിച്ചേക്കെന്ന് വെച്ചാൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ഡിപ്പെൻഡ് ആണോ എന്ന് ചോദിച്ചേക്കാം. അപ്പോൾ ഈ രണ്ട് ബേസിസ് തന്നിട്ടുണ്ട്. ഇവർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ഡിപ്പെൻഡന്റ് ആണോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ODE. ഈ ബേസിസ് ഉപയോഗിച്ച് ODE നമ്മുടെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ. അത് നമ്മൾ ചെയ്തതാ അല്ലേ. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ അത് തന്നെ അല്ലേ. തൊട്ട് മുമ്പേ ചെയ്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇതൊക്കെ എന്തായിരുന്നു? ബേസിസ് ഉപയോഗിച്ച് ODE കണ്ടുപിടിക്കുന്ന ഫോർമാറ്റാ. ബേസിസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ ODE കണ്ടുപിടിക്കുന്ന ഫോർമാറ്റാ പഠിച്ചത്. അത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ അത് ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം ആദ്യം ഈ ബേസിസ് എന്ന് പറഞ്ഞ് ഇവർ തന്നിരിക്കുന്നവർ ആണോന്ന്, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ. അപ്പം എന്താ വേണ്ട? റോൺസ്കിയൻ കണ്ടുപിടിക്കണം. റോൺസ്കിയൻ എന്താ? y1 y2 y1 ഡാഷ് y2 ഡാഷ് അതിന്റെ ഡിറ്റർമിനന്റ്. അപ്പോൾ y1 ആയിട്ട് നമുക്ക് തന്നിട്ടുള്ള ആദ്യത്തെ ബേസിസ് എടുക്കാം, e⁴x. y2 ആയിട്ട് ഏതെടുക്കാം? e⁻²x. ഇനി ഡിറ്റർമിനന്റ് വേഗം പറഞ്ഞേ. അതിന് താഴെ ഇവരുടെ ഡെറിവേറ്റീവ്സ് എടുക്കണ്ടേ. e⁴xന്റെ ഡെറിവേറ്റീവ് എന്താ ഞാൻ പറഞ്ഞു? 4 ആദ്യം എഴുതുക, e⁴x. ദെൻ e⁻²xന്റെ ഡെറിവേറ്റീവ് എന്താ? -2 ആദ്യം എഴുതുക, e⁻²x. കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക, മൈനസ് ചെയ്യുക അല്ലേ. ക്രോസ് ചെയ്യുക, മൈനസ് ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ക്രോസ് ചെയ്തിട്ട് മൈനസ് ചെയ്യുക. എന്താണ്? -2 ഇൻറ്റു എന്താ പറയും? e⁻⁴x ഇൻറ്റു e⁻²x അല്ലേ. മൈനസ് അടുത്തതോ e⁻²x ഇൻറ്റു 4e⁴x. കറക്റ്റ് അല്ലേ? ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. -2 ഇൻറ്റു a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ നമുക്ക് a⁻m+n എന്ന് എഴുതാം അല്ലേ. അപ്പോൾ പവർ ആഡ് ചെയ്ത് എഴുതിക്കൂടെ. അപ്പോൾ 4x പ്ലസ് -2x എന്ത് വരും? എത്ര എക്സ് വരും? e⁻²x. ദെൻ മൈനസ് ദെൻ അവിടെയും 4 ഉണ്ടല്ലേ. 4 ആദ്യം എഴുതി. e⁻²-2x ഉണ്ട്, 4 ഉണ്ട്, 4x ഉണ്ട്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? e⁻²x.
ഇനി ഒന്ന് ആഡ് ചെയ്തേ. -2 e⁻²x -4 e⁻²x കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ഇവിടെ? -6 e⁻²x എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇത് നോൺ സീറോ ആണോ സീറോ ആണോ? ഇത് സീറോ ആവോ? ഈ എന്ന് പറയുന്ന പോസിറ്റീവ് ക്വാണ്ടിറ്റി അല്ലേ? അപ്പൊ നോട്ട് ഈക്വൽ ടു സീറോ. അപ്പൊ റോൺസ്കിയൻ കിട്ടി. അപ്പൊ ഇത് എന്തുകൊണ്ട് എന്ത് പറയാൻ പറ്റും? ദ ബേസിസ് എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കിട്ടിയില്ലേ? അപ്പൊ therefore എന്താണ്? ദ ബേസിസ് y1 is equal to e⁻4x and y2 is equal to e⁻²x are linearly independent. ലീനിയർലി ഇൻഡിപെൻഡന്റ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ബേസിസും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കിട്ടി. കഴിഞ്ഞോ? ഇല്ല. ഈ ബേസിസ് യൂസ് ചെയ്തിട്ട് എന്ത് ഉണ്ടാക്കാനാ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ODE ഫോം ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ബേസിസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മുടെ ജനറൽ സൊല്യൂഷൻ എങ്ങനെ എഴുതേണ്ടേ? ജനറൽ സൊല്യൂഷൻ എസ് y ഈക്വൽ ടു yc ഈസ് ഈക്വൽ ടു c1y1 പ്ലസ് c2y2 എന്ന ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ജനറൽ സൊല്യൂഷൻ കിട്ടുമല്ലോ. കിട്ടും അല്ലേ? y ഈസ് ഈക്വൽ ടു c1 y1 എന്തായിരുന്നു? e⁻4x പ്ലസ് c2 y2 എന്തായിരുന്നു? e⁻²x. ഓക്കെ, -2x അല്ലേ? -2x. അപ്പോൾ നമുക്ക് ജനറൽ സൊല്യൂഷൻ കിട്ടി അല്ലേ? ഇനി ഇത് ഒന്ന് ഓടിയാ വേണ്ടേ? അപ്പൊ തിരിച്ചെഴുതണമെങ്കിൽ നമുക്ക് m എന്താണെന്ന് അറിയണം. അപ്പൊ ഇത് ഏത് ഫോമിലാണ് ഉള്ളത് നോക്കിയടാ? c1 e⁻m1x പ്ലസ് c2 e⁻m2x എന്ന ഫോമല്ലേ? അപ്പൊ നമ്മുടെ റൂട്ട്സ് എന്താണ്? m1 m2 എന്ന് പറയുന്ന റൂട്ട്സ് ആരൊക്കെ എവിടെ? 4ഉം -2ഉം 4ഉം -2 അല്ലേ? റൂട്ട്സ് ഉണ്ടെങ്കിൽ തിരിച്ചെങ്ങനെ എഴുതണം? m മൈനസ് സംതിങ് ഇൻറ്റു m മൈനസ് സംതിങ് ഇസ് ഈക്വൽ ടു 0. ആ സംതിങ് എന്ന് പറയുന്ന ആ ഗ്യാപ്പിൽ നമ്മുടെ റൂട്ട്സ് ഫില്ല് ചെയ്യുക അല്ലേ? ആദ്യത്തെ റൂട്ട് എന്താ? 4 ആണ്. ഇവിടെ -2 ആണ്. അപ്പൊ ഇക്വേഷൻ ആക്കിക്കേ. m-4 ഇൻറ്റു m -2 എന്താ? m+2 ഇസ് ഈക്വൽ ടു 0. ഇനി അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ. m ഇൻറ്റു m സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു m 2m ദെൻ -4 ഇൻറ്റു m -4m ദെൻ -4 ഇൻറ്റു 2 -8 ഇസ് ഈക്വൽ ടു 0 അല്ലേ? ഈ 2m -4m എന്തെന്ന് എഴുതാം? m സ്ക്വയർ -2m -8 ഇസ് ഈക്വൽ ടു 0. കറക്റ്റ് അല്ലേ? m സ്ക്വയർ -2m -8 ഇസ് ഈക്വൽ ടു 0. ഇതാണ് ഓക്സിലറി ഇക്വേഷൻ. ഇതിൽ നിന്നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ODE ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറഞ്ഞേ. m സ്ക്വയർ പകരം y ഡബിൾ ഡാഷ് -2 എമ്മിന് പകരം y ഡാഷ് -8 ഒറ്റയ്ക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. അവിടെ എന്ത് ചേർക്കണം? ഒരു y കൂടെ ചേർക്കണം. ഇസ് ഈക്വൽ ടു 0. കറക്റ്റ് അല്ലേ? ഈസി അല്ലേ? പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി. നമ്മൾ ബാക്കി 2 ക്വസ്റ്റിൽ ചെയ്ത 2 കാര്യം കൂടെ ക്ലബ് ചെയ്ത് ഇവിടെ വന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ പല രീതിയിലും ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ടൈപ്പും വരുന്നത് ചെയ്തത്. പക്ഷെ എല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാം കൂടെ ക്ലബ് ചെയ്ത് എങ്ങനെ ചെയ്യും എന്നുള്ളത് മാത്രം നോക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ. റോൺസ്കിയൻ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞല്ലേ, റോൺസ്കിയൻ കണ്ടുപിടിക്കാനായിട്ട് മാത്രം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഫൈൻഡ് റോൺസ്കിയൻ കറസ്പോണ്ടിങ് ടു ദ സൊല്യൂഷൻ ഓഫ് y ഡബിൾ ഡാഷ് പ്ലസ് 3y ഡാഷ് പ്ലസ് 2y ഈക്വൽ ടു 0. അപ്പോൾ ഈ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇയാളുടെ റോൺസ്കിയൻ കണ്ടുപിടിക്കുക. റോൺസ്കിയൻ കണ്ടുപിടിക്കണമെങ്കിൽ ആരൊക്കെ വേണം? y1 y2 വേണം അല്ലേ? y1 y2 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പം നേരെ ചെയ്തു തുടങ്ങിക്കോ. y ഡബിൾ ഡാഷ് പ്ലസ് 2y ഡാഷ് പ്ലസ് 2y ഈക്വൽ ടു 0. ആദ്യം എന്ത് എഴുതുക? ഇക്വേഷൻ എങ്ങനെ മാറ്റണം? ഡിയിലോട്ട് മാറ്റണം. അപ്പോൾ എന്ത് വരും? d² പ്ലസ് 3d പ്ലസ് 2 ഇൻറ്റു y ഈസ് ഈക്വൽ ടു 0 ആണോ? ഇനി എന്തുവാ? ഡിക്ക് പകരം എന്ത് കൊടുക്കുക? m കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? ഓക്സിലറി ഇക്വേഷൻ കിട്ടും. പറഞ്ഞേ. m² പ്ലസ് 3m പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0. ഇനി റൂട്ട്സ് പറഞ്ഞേ. ആഡ് ചെയ്യുമ്പോൾ 3ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ഉം കിട്ടുന്ന 2 നമ്പേഴ്സ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കിട്ടണമെങ്കിൽ 2ഉം 1ഉം എടുക്കാം. അവർ ആഡ് ചെയ്താൽ 3 തന്നെയല്ലേ വരുള്ളൂ. അപ്പോൾ ഗസ് ചെയ്യുമ്പോൾ 2 1 കിട്ടിയെങ്കിൽ നമ്മുടെ വാല്യൂ എന്താ? -2 -1ഉം. രണ്ടും ഡിഫറെൻ്റ് ആണോ സെയിം ആണോ? ഡിഫറെൻ്റ് റൂട്ടാണ്. ഡിഫറെൻ്റ് റൂട്ടാണെങ്കിൽ ജനറൽ സൊല്യൂഷൻ എന്താ? y ഈക്വൽ ടു yc ഈസ് ഈക്വൽ ടു c1 e⁻²-2x പ്ലസ് c2 e⁻−x. ഓക്കെ, ജനറൽ സൊല്യൂഷൻ ഒന്നും എഴുതണ്ട, ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. നമ്മളോട് റോൺസ്കിയൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. റോൺസ്കിയൻ കണ്ടുപിടിക്കണമെങ്കിൽ y1 y2 വേണമായിരുന്നല്ലോ. അതിന് വേണ്ടിയിട്ട് ജനറൽ സൊല്യൂഷൻ എഴുതിയ. ഇത് ഏത് ഫോമാറ്റിലാണ് ഉള്ളത്? c1 y1 പ്ലസ് c2 y2 എന്ന ഫോമിലല്ലേ ഉള്ളത്? ആണല്ലോ. അപ്പോൾ പറഞ്ഞേ ആരാണ് ഈ y1? c1ൻ്റെ കൂടെ നിൽക്കുന്ന ആളാ y1 അല്ലേ? e⁻²x. y2 എന്താ? c2ൻ്റെ കൂടെ നിൽക്കുന്ന ആൾ ഏതാ? e⁻−x. y1ഉം y2 കണ്ടുപിടിച്ചാൽ പിന്നെ റോൺസ്കിയൻ ആയില്ലേ? റോൺസ്കിയൻ കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്താ? ഡിറ്റർമിനന്റ് y1 y2 y1 ഡാഷ് y2 ഡാഷ്. വേഗം ചെയ്തേ. ഡിറ്റർമിനന്റ് y1ന് പകരം e⁻²x
y2ന് പകരം e⁻⁻x. ഇനി ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചേ. e⁻²x ഡെറിവേറ്റീവ് എന്താ? -2 ആദ്യം എഴുതുക, e⁻²x. അടുത്ത e⁻⁻x ഡെറിവേറ്റീവ് എന്താ? മൈനസ് ആദ്യം എഴുതുക, e⁻⁻x. ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്യണം? ഡിറ്റർമിനന്റ് കിട്ടാൻ ക്രോസ് ചെയ്യുക, മൈനസ് ചെയ്യുക അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് ഇൻറ്റു അല്ലേ? ഇവിടുത്തെ മൈനസ് ആദ്യം എഴുതി, e⁻²x ഇൻറ്റു e⁻⁻x മൈനസ്. ഇനി അടുത്ത e⁻⁻x ഇൻറ്റു -2e⁻²x. കറക്റ്റ് ആണല്ലോ? പിന്നെ ഇതൊന്ന് അറേഞ്ച് ചെയ്തേ. മൈനസ് ഈ രണ്ട് ടേം a⁻m ഇൻറ്റു a⁻m നേരത്തെ പോലെ a⁻m+n എന്ന് എഴുതാമല്ലോ. പവർ ആഡ് ചെയ്ത് എഴുതാം അല്ലേ? e⁻−2x -x കൂടെ ചേരുമ്പോൾ എന്താവും? -3x ആവും. ഇവിടെ നോക്കിയടാ, മൈനസും മൈനസും പ്ലസ് അല്ലേ? പ്ലസ് ആണ്. അടുത്ത 2 ആദ്യം എഴുതി. അടുത്ത ഇവിടെ e⁻−x -2x രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? e⁻−3x. ഇനി ഇതൊന്ന് അറേഞ്ച് ചെയ്തേ. -e⁻−3x പ്ലസ് 2e⁻−3x എന്ത് വരും? 2 - 1 അല്ലേ? അപ്പോൾ 1, അതായത് e⁻−3x എന്ന് ആൻസർ വരും. അതാണ് നമ്മുടെ റോൺസ്കിയൻ. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് റോൺസ്കിയൻ കണ്ടുപിടിക്കാനാണല്ലോ ചോദിച്ചത്. ഈ നമ്മുടെ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോൺസ്കിയൻ കണ്ടുപിടിക്കാൻ ചോദിച്ചു. നമ്മൾ എന്ത് ചെയ്തു? ഓക്സിലറി ഇക്വേഷൻ എഴുതി, സൊല്യൂഷൻ കണ്ടുപിടിച്ചു, അത് വെച്ചിട്ട് y1 y2 കണ്ടുപിടിച്ചിട്ട് റോൺസ്കിയൻ എഴുതി. കറക്റ്റ് അല്ലേ? ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഹോമോജീനസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ, ഈ ഫോമുല പറഞ്ഞ കൂട്ടത്തിൽ ഇനി ഇപ്പോൾ നമ്മൾ പുതിയ കാര്യം കൂടെ പഠിച്ചു. എന്താ? ബേസിസ് കൂടെ പഠിച്ചു. അപ്പോൾ അതുകൂടെ ജസ്റ്റ് ഇവിടെ ഒന്ന് ആഡ് ഓൺ ചെയ്യുകയാണേ. അപ്പോൾ ഇവിടെ നമ്മൾ m ഡിഫറൻറ്റ് ആണെങ്കിൽ എന്ന് പറഞ്ഞ ഈ ഫോമുല പഠിച്ചില്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ബേസിസ് എന്താണെന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതിക്കൂടെ? ഓക്കെ. അപ്പം അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ എഴുതും? ഇവിടുത്തെ ബേസിസ് എന്താണ്? C1ൻ്റെ കൂടെ നിൽക്കുന്ന ആദ്യത്തെ ബേസ് അല്ലേ? e⁻m1x. അടുത്തതോ e⁻m2x ഇസെട്ര. ഇതായിരിക്കും ഡിഫറെൻ്റ് ആണെങ്കിൽ വരുന്ന ബേസിസ്. ഇനി സെയിം ആണെങ്കിൽ വരുന്ന ബേസിസ് ഏതാടാ? സെയിം ആണെങ്കിൽ വരുന്ന ബേസിസ് ഏതാ? കേസ് 2ൽ വരുന്ന ബേസിസ് പറഞ്ഞേതാ? ബേസിസ് ഇവിടെ ഇങ്ങോട്ട് എഴുതാണ് കേട്ടോ. ബേസിസ് കേസ് 2ൽ വരുന്ന ബേസിസ് ഏതാ? C1ൻ്റെ കൂടെ നിൽക്കുന്ന ആൾ ഇവിടെ 1 ആണ്. അപ്പോൾ 1. അടുത്തതോ C2ൻ്റെ കൂടെ x അല്ലേ? ഇങ്ങനെ എഴുതിയാൽ പോരാ. ആരുകൂടെ ഉണ്ട്? ഇതിനെ സ്റ്റാൻഡേർഡ് ഫോം ആക്കുമ്പോൾ e⁻x കൂടെ ഉണ്ട്. മറന്നു അല്ലേ? e⁻mx എന്ന് പറയുന്ന ടേം കൂടെ അല്ലേ? അതായത് ഇതിനെ അറേഞ്ച് ചെയ്യുമ്പോൾ C1ൻ്റെ കൂടെ e⁻mx വരും, C2 x-ൻ്റെ കൂടെ e⁻mx വരും. അപ്പോൾ ഇവിടുത്തെ ബേസിസ് എന്ന് പറയുമ്പോൾ ആദ്യം e⁻mx വരും, പിന്നെയോ x e⁻mx വരും, അടുത്തതോ x² e⁻mx, അടുത്തതോ x³ e⁻mx. ഇങ്ങനെ പോകും. ഇതാണ് സെക്കൻഡ് കേസിലെ ബേസിസ് ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ജനറലൈസ് ചെയ്തൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് വേണ്ട, നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ പോയാലും മതി. ഇപ്പം ജനറലി ഇങ്ങനെയാണ് പറയുന്നത് ബേസിസ്. നിങ്ങൾ നോട്ടിനകത്ത് ഇതും കൂടെ ഒന്ന് ആഡ് ഓൺ ചെയ്ത് വെച്ചിരുന്നാൽ ഇനി കൺഫ്യൂഷൻ വരത്തില്ല. അന്ന് ഞാൻ എല്ലാം കൂടെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര എന്താണെന്നൊക്കെ തോന്നും. ഇപ്പോൾ ഓക്കെ അല്ലേ? സൊല്യൂഷൻ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് ഓരോന്നായിട്ട് പഠിച്ചു. ജനറൽ സൊല്യൂഷൻ പഠിച്ചു, ദെൻ പർട്ടിക്കുലർ പഠിച്ചു, പിന്നെ ബേസിസ് പഠിച്ചു, റോൺസ്കിയൻ നോക്കി. അപ്പം എല്ലാം കൂടെ കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. അടുത്ത കേസ് 3. ഇവിടെയും ബേസിസ് എങ്ങനെ എഴുതാം? ഇവിടുത്തെ ബേസിസ് C1 y1 പ്ലസ് C2 y2 എന്ന ഫോമിലാക്കുമ്പോൾ e⁻⁴x ഇൻറ്റു കോസ് ബീറ്റ എക്സ് എന്ന് പറയുന്നത് ഒരു ബേസിസും e⁻⁴x ഇൻറ്റു സൈൻ ബീറ്റ എക്സ് എന്ന് പറയുന്ന വേറൊരു ബേസിസും ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഹോമോജീനസ് ആയിട്ടുള്ള ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പഠിച്ചു. അപ്പോൾ ഈ ക്ലാസ്സോടുകൂടി ഹോമോജീനസിൻ്റെ ടോപ്പിക്ക് തീർന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നോൺ ഹോമോജീനസ് വരുമ്പോഴാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഹോമോജീനസ് വരുമ്പോൾ YC എന്ന് പറയുന്ന കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ മാത്രമേ വരുള്ളൂ. അത് വെച്ചിട്ട് ജനറൽ സൊല്യൂഷൻ പഠിച്ചു. ദെൻ പെർട്ടിക്കുലർ സൊല്യൂഷൻ, ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ബേസിസ് എഴുതാൻ അറിയാം. ദെൻ ബേസിസ് ആവണമെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കാൻ എന്ത് കണ്ടുപിടിച്ചു? റോൺസ്കിയൻ കണ്ടുപിടിച്ചു. അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. റോൺസ്കിയൻ മാത്രമായിട്ടും ചോദിക്കാം. റോൺസ്കിയൻ മാത്രമായിട്ട് ചോദിച്ചാൽ ഡിറ്റർമിനന്റ് y1 y2 y1 ഡാഷ് y2 ഡാഷ് അത് നോൺ സീറോ ആണെന്ന് കാണിച്ചാൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ അത് ആ പോർഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ നോൺ ഹോമോജീനസ് ആയിട്ടുള്ള ODEs എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് പഠിക്കും കേട്ടോ. അതിൻ്റെ സൊല്യൂഷൻസ്. അപ്പം ഞാൻ അന്നേ പറഞ്ഞായിരുന്നു അതിൻ്റെ കൂടെ വേറെ ഒരാൾ കൂടെ കയറി വരും. ആരായിരിക്കും? YC പ്ലസ് YP എന്നല്ലേ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ഒരു ടേം, അതായത് ട്രയൽ സൊല്യൂഷൻ എന്നും പറയാറുണ്ട്. അപ്പോൾ ആ ട്രയൽ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രയൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ 2 മെത്തേഡ് ഉണ്ട്. മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻസും മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സും. ആ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ആ 2 മെത്തേഡും സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ പഠിക്കും. ഓക്കെ അല്ലേ? അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.